ജ്ഞാനേന ഭൂതസ്യ തപസ്യയാ വിമത്സരേ സാധു വിഭാവ്യത്തെ യഃ ഭർഗോ സ്വയം വാ നരലക്ഷണോയം നാരായണോ വേദി നവാവതാരഃ നാരായണ ഗുരുരാധ്യാ ശിവലിംഗാര്യ മധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം വന്ദേ ഗുരു പരമ്പരാം വന്ദേ ഗുരു പരമ്പരാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മറിയപ്പള്ളി ശാഖയില് ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മതിഥിയായ ചതയം നക്ഷത്രത്തിൽ നാം എല്ലാവരും ചതയ നക്ഷത്ര പൂജയ്ക്കായി ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ പുണ്യമുയർന്ന ദിനത്തിൽ നിങ്ങളെവരെയും കാണുവാനും നിങ്ങളോട് ഭഗവാൻ ശ്രീനാരായണ പരമഹംസ ദേവനെ കുറിച്ച് അല്ലെങ്കിൽ ഗുരുവിന്റെ തത്വദർശനത്തെ കുറിച്ച് അല്പം സംവദിക്കുവാൻ സാധിക്കുന്നത് വലിയ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ ഈ ഒരു സമയമെന്ന് പറയുന്നത് ശ്രീനാരായണ മാസാചരണം ധർമ്മചര്യ യജ്ഞത്തിന്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ശ്രീനാരായണ മാസാചരണം ഉണ്ടോ? ഉണ്ട്. ഞാൻ ചാലക്കുടി ഗായത്രി ആശ്രമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷത്തോളമായിട്ട് ഗുരുധർമ്മ സന്ദേശ പ്രചരണം നടത്തി വരുന്നത്. ജന്മം കൊണ്ട് ഞാൻ ഈ നാട്ടുകാരിയാണ്, ഞാൻ കോട്ടയംകാരിയാണ്. പലർക്കും പക്ഷെ കോട്ടയംകാരിയാണെന്നൊന്നും അറിയില്ല. ഞാൻ കൂടുതലും തൃശ്ശൂരും എറണാകുളത്തും ഒക്കെ ആയതുകൊണ്ടാവാം. ദൂരെ നിന്നാണോ വരുന്നത്, ഇവിടെ നിന്ന് ഇനി എപ്പോൾ തിരിച്ചു ചെല്ലും? ഞാനിവിടെ അടുത്തൊക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്. ഞാനിവിടെ കോട്ടയത്ത് എൻ്റെ BEd വരെയുള്ള പഠനം ഈ കോട്ടയം ടൗണിലായിരുന്നു. UCTയിലാണ് BEd പഠിച്ചത്. അധ്യാപികയായിട്ട് ജോലി നോക്കിയത് കുമളിയിലാണ്. ഒരു 8 വർഷമായി അധ്യാപന ജീവിതവും അവസാനിപ്പിച്ച് മുഴുവൻ സമയ സന്ദേശ പ്രചരണത്തില് അത് പ്രസംഗമായും എഴുത്തായും നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഏറ്റവും പുതിയ ലേഖനം വന്നിരിക്കുന്നത് ഗുരുദേവൻ മാസികയിലെ ചതയ മഹത്വം. ഇന്ന് ചതയം നാളായതുകൊണ്ട് പറയുകയാണ്, ഈ നാളിന് ധാരാളം മഹത്വമുണ്ട്. ഗുരുവിൻ്റെ തിരുവവതാരം എന്ന് മാത്രമായിരിക്കും നാം ധരിക്കുന്നത്. എന്നാൽ ഗുരുവിൻ്റെ ദിവ്യമായ ജീവിതത്തില് ഈ ഒരു നാളിന് മറ്റ് ചില സംഭവങ്ങൾ, ഗുരുവിൻ്റെ ജീവിതത്തില് നമ്മളുടെ ലോകത്തിനായി നൽകിയ അനേകം സംഭവങ്ങൾ, നാഴികക്കല്ലുകളുണ്ട്. അത് ഈ ചതയ ദിനവുമായി അല്ലെങ്കിൽ ഈ ചതയ നക്ഷത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഏറ്റവും പുതിയ ഗുരുദേവൻ മാസിക വിശേഷാൽ പതിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ ശാഖയുടെ ഭാരവാഹികൾ, സെക്രട്ടറി, വനിതാ സംഘം, കുമാരി സംഘം, ബാലജന യോഗം, അതുപോലെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടുത്തിയ ശ്രീ മോഹൻജി, അദ്ദേഹത്തിനും പ്രത്യേകമായ സ്നേഹാദരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ഒരു ചതയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഓണം കഴിഞ്ഞു വരുന്ന ചതയം
ഗുരുദേവ ജയന്തിയാണ്. എല്ലാ വർഷത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് കന്നിമാസം 1-ാം തീയതിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മാസം തോറുമുള്ള ചതയ നക്ഷത്ര പൂജയ്ക്ക് ഒരു പ്രോഗ്രാമും ചെയ്യാറില്ലാത്ത ഒരാളാണ്. എനിക്കിതൊരു സവിശേഷ സന്ദർഭമാണ്. കാരണം ചാലക്കുടി ഗായത്രി ആശ്രമത്തിലും അതിൻ്റെ അവിടുന്ന് തൊട്ടടുത്ത് ശ്രീനാരായണ ഗുരു ചൈതന്യ മഠം എന്ന് പറയുന്ന ശിവഗിരിയുടെ ബ്രാഞ്ചുമുണ്ട്. ഇവിടങ്ങളിലായിട്ടായിരിക്കും ഈ വരുന്ന ദിവസങ്ങൾ പ്രഭാഷണവുമായി ഞാൻ എല്ലാ മാസവും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ചിലവഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ശിവഗിരിയിൽ നിന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്, ഞാൻ ഇന്ന് രാവിലെ ഗുരുവിൻ്റെ ജന്മതിഥി ആയിക്കൊണ്ട് തന്നെ ശ്രീനാരായണ ഭക്തരുടെ, ശ്രീനാരായണീയരുടെ എല്ലാവരുടെയും ഏറ്റവും ആശ്രയ കേന്ദ്രമായിരിക്കുന്ന മഹാസമാധി സ്ഥാനത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ കുറിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ കയറി വരുമ്പോഴുള്ള കീർത്തനങ്ങൾ കേൾക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തില് ശ്രീനാരായണ ഗുരുദേവനെ പോലൊരു മഹാഗുരുവിനെ ലഭിച്ചു. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടുന്നത് നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ മഹത്വമാണ്. ശ്രീനാരായണ മാസാചരണത്തിനോട് അനുബന്ധിച്ച് ഞങ്ങൾ സാധാരണയായി ചെയ്യുന്നത് ഗുരുദേവന്റെ ശിഷ്യ പരമ്പരയെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ശിഷ്യ പരമ്പര എന്തിനാണ് അവരുടെ ജീവിതത്തെ പറഞ്ഞു വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ മനുഷ്യരായി ജനിക്കുന്നു. പക്ഷെ ആ മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം അറിഞ്ഞ്, ഒന്നുകൂടെ പറയാം, മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം അറിഞ്ഞ് ജീവിച്ച ഗുരുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിലൂടെ ഗുരുവിനെയും ഗുരുസ്വരൂപത്തെയും അതുവഴി നമ്മുടെ ജീവിതത്തെയും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ജീവിതത്തെയും നമുക്ക് അറിയണ്ടേ? അപ്പോൾ ഈ മനുഷ്യ ജീവിതം പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നേ അല്ല. കടലിലെഴും തിര പോലെ കായമോരോ നുടനുടനേറി ഉയർന്നമർന്നിടുന്നു. കടലിലെ തിരമാലകൾ പോലെ ഒരേ ഒരു ഈശ്വര ചൈതന്യമായ നമ്മളുടെ ജീവാത്മാവ്, അത് പല കായങ്ങൾ, പല ശരീരങ്ങൾ ഏറി ഒന്നെടുത്തു, ഒന്നുപേക്ഷിച്ചു, അടുത്തതെടുത്തു, അടുത്തതുപേക്ഷിച്ചു, ജനിച്ച് മരിച്ച്, ജനിച്ച് മരിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ആ ജീവിതത്തിൽ എപ്പോഴും ഈ 2 കാലിൽ നടക്കുന്ന, മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അധ്യാത്മശാസ്ത്രത്തിൽ പറയും, സഞ്ചിത ആഗാമി പ്രാരാബ്ധ കർമ്മങ്ങൾ. ആ സഞ്ചിത ആഗാമി പ്രാരാബ്ധ കർമ്മവശാൽ നമ്മൾക്ക് ലഭിക്കുന്ന ജീവിതം, ഇതൊക്കെ ഇപ്പൊ നിങ്ങളിവിടെ ഈ ഗുരുവിന്റെ ജന്മതിഥിയിൽ വന്നിരുന്ന നാമം ജപിക്കണു, പ്രഭാഷണം, പ്രകർഷേണയുള്ള ഭാഷണം കേൾക്കുന്നു. അങ്ങനെ കിട്ടുന്ന അറിവുകൾ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ സാംശീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ധന്യമായി മാറും. അപ്പോൾ അങ്ങനെ ധന്യമാർന്ന ജീവിതത്തിലൂടെ മാത്രമേ നമ്മൾ പടികൾ കടന്ന് ഒരു മനുഷ്യ ജീവിതത്തിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്പർ 1, ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ജീവിതം വളരെ വിരളമായി, ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ വിരളമായി, വളരെ കഷ്ടപ്പെട്ട് കൃമിയായും പുഴുവായും പാറ്റയായും പന്നിയായും മരമായും ഒക്കെ ജനിച്ചു മരിച്ച് സത്കർമ്മങ്ങളുടെ ഫലമായി, ഒന്നുകൂടെ കേൾക്കുക, സത്കർമ്മങ്ങളുടെ ഫലമായി
ലഭിച്ചതാണ്. ഈ ജീവിതം എങ്ങനെ നമ്മൾ ജീവിക്കണം? വിവേക ചൂടാമണിയില് ശങ്കരാചാര്യർ പറയുന്നു, ദുർലഭം ത്രൈമേത്, ദുർലഭം ത്രൈമേത് വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷത്വം മഹാപുരുഷ സംശ്രയം. ദുർലഭം, ഇത് ദുർലഭമാണ്. എന്ത് ദുർലഭമാണ്? 3 കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്നത്. 3 കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിക്കുന്നത് വളരെ ദുർലഭമാണ്. ഏതൊക്കെയാണ്? 1, മനുഷ്യത്വം. ഇപ്പൊ നിങ്ങൾ എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ മനുഷ്യന്മാരല്ലേ? ഉറപ്പുണ്ടല്ലോ. ഇപ്പൊ മനുഷ്യനായി. ഇപ്പൊ 3 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് ഉറപ്പായി, മനുഷ്യത്വം. 2, മുമുക്ഷത്വം. മുമുക്ഷത്വം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ ജീവിതത്തിന്റെ മഹത്വത്തെ അറിഞ്ഞവർക്ക് മാത്രമേ മുമുക്ഷുവാകാൻ പറ്റുകയുള്ളൂ. മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം അറിഞ്ഞവർക്ക് മാത്രമേ മുമുക്ഷുവാകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പ്രാപഞ്ചികമായ വിഷയങ്ങളിലൂടെ കടന്നുപോയി. മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷാർത്ഥി, മോക്ഷം അർത്ഥിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി ത്രസിക്കുന്നവർ. എന്താണ് മോക്ഷം? മോക്ഷം എന്താണെന്നറിഞ്ഞാലല്ലേ മോക്ഷം ആഗ്രഹിക്കാൻ പറ്റും. മോക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്ന ഗുരുദേവ കൃതി ഏതാ? ഏറ്റവും കൂടുതൽ ചൊല്ലിക്കേൾക്കുന്നത്, ഏറ്റവും കൂടുതൽ പതിപ്പുകൾ ഇറങ്ങിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്, ജാതി മത ഭേദമന്യേ ഏതൊരു സത്കർമ്മങ്ങൾക്കും സത് ആയിട്ടുള്ള ഇടത്തിലും ചൊല്ലാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. അതേതാ? ദൈവദശകം. എന്തിനായിരിക്കാം ഗുരു ഇവിടെ ഹിന്ദു മതത്തിൽ തന്നെ എത്രയോ ദേവീ ദേവന്മാരുടെ പേരുകളോട് ചേർത്ത് നാം ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നു. ക്രിസ്തു മതത്തില് ഈശോയെ ഈശോയെ എന്ന് വിളിക്കുന്നു. അവർക്കാണ് പുണ്യവാളന്മാരും ഒക്കെ ആയിട്ട് കുറെ ആളുകളുണ്ട്. കുറെ ഈശ്വരീയമായ ഭാവത്തിൽ കാണുന്ന ദൈവങ്ങളുണ്ട്. ഇവിടെ എത്ര മതങ്ങളുണ്ട്. ഗുരുദേവൻ സർവമത സമ്മേളനം നടത്തിയതിന്റെ ശതാബ്ദി വേളയാണ്. അന്ന് തന്നെ 8 മതങ്ങളുടെ ആളുകൾ വന്നിട്ടാണ് അവിടെ പ്രസംഗങ്ങൾ നടത്തി. അന്ന് അപ്പം എത്രയോ മതങ്ങളുണ്ട്, എത്രയോ ഈശ്വരമാര് ദൈവ പേരോട് കൂടിയിട്ട്. എന്നിട്ട് ഗുരു ദൈവദശകം എഴുതി. ആ ദൈവദശകത്തിൽ പറഞ്ഞിരിക്കുന്നു അവസാനത്തെ മന്ത്രം. ഏതാ അവസാനത്തെ മന്ത്രം? ആഴം ആഴം ഏറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. മനുഷ്യന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല കേട്ടോ. മുമുക്ഷുവിലേക്കാണ് വന്നിരിക്കുന്നത്. മനുഷ്യന്റെ മഹത്വം, മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം പറയണമെങ്കിൽ അത് കുറച്ച് സമയം കളയണ്ടെന്ന് ഞാനങ്ങ് വിചാരിച്ച് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഒറ്റ സെന്റൻസില്. മനുഷ്യ ജീവിതം മഹത്വപൂർണ്ണം, കുറച്ച് ബുദ്ധിമുട്ടി നേടിയതാണ്. കർമ്മങ്ങളാണ് ജന്മത്തിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം സത്കർമ്മങ്ങൾ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. പ്രിയം അപരന്നു വരുന്നതിന്നു ചെയ്യും ക്രിയ നിജമായ ഗതിക്ക് നന്മ നൽകും. എത്രയോ ഉപദേശങ്ങൾ ഗുരു നൽകിയിരിക്കുന്നു. കർമ്മത്തിൽ ശ്രദ്ധിക്കണം, അപ്പോൾ നല്ല ജന്മം കിട്ടുകയുള്ളൂ. അപ്പൊ കർമ്മമാണ് ജന്മത്തിന് കാരണമായിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾ കർമ്മം ചെയ്തിട്ടുണ്ട്, മനുഷ്യരായി ജനിച്ചു, മനനം ചെയ്യാൻ നിങ്ങൾക്ക് പ്രാപ്തിയുണ്ട്, പ്രാർത്ഥിക്കാൻ പ്രാപ്തിയുണ്ട്, നിങ്ങൾക്ക് നാമസങ്കീർത്തനം ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ ഉന്നത തലങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ പറഞ്ഞു വന്നത് മൂഷത്വത്തിനെ കുറിച്ച്. അതായത് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നിത്യം വാഴണം വാഴണം സുഖം, അങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്താണ് നിത്യമായ ആനന്ദം? ആർക്കാ ഇഷ്ടമില്ലാത്തത്? ആനന്ദം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എപ്പോഴും സുഖമായിട്ടിരിക്കുക. ഈ ചെയ്യുന്ന പ്രവർത്തികൾ, ഈ കർമ്മങ്ങളൊക്കെ എന്തിനാ? ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ജോലിക്ക് പോകുന്നതും എല്ലാത്തിൻ്റെയും പരമലക്ഷ്യം ഒന്നാ. നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നത് പോലും ഞാനൊന്ന് സുഖമായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാ, അല്ലേ? എല്ലാ കർമ്മങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുഖം. പക്ഷെ ഗുരു പറയുകയാണ്, നിത്യം വാഴണവോ? മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആഴമേറും നിൻ മഹസാ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. അപ്പൊ ആഴം, എൻ്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, പദം, ആ മന്ത്രത്തിലേത് ഏറും എന്നുള്ളതാണ്. അപ്പോൾ ഈ മോക്ഷം ആഗ്രഹിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നിത്യാനന്ദം ആഗ്രഹിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ അവിടുന്ന് ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് 1904. അതിനുശേഷം 1083 ചിങ്ങമാസത്തിൽ, ഈ ചിങ്ങമാസത്തിൽ വലിയൊരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ചതയമഹത്വം. എൻ്റെ ലേഖനം വായിച്ചോളൂ, അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഗുരുവിന്റെ ജയന്തിക്കൊക്കെ ഗുരു ഓരോ സന്ദേശങ്ങൾ നൽകുമായിരുന്നു. ഗുരുവിന്റെ സന്ദേശങ്ങളിൽ വളരെ നിങ്ങൾ പഠിക്കേണ്ടുന്ന, മനനം ചെയ്തു പഠിക്കേണ്ടുന്ന ഒന്നാണ് അദ്വൈത ജീവിതം എന്ന് പറയുന്ന സന്ദേശം. അദ്വൈത ജീവിതം എന്ന് പറഞ്ഞ സന്ദേശം എത്ര പേർക്ക് അറിയാം? ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് അറിയാവല്ലോ. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അറിയാവല്ലോ. അറിയത്തില്ലേ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനം ആവിത്, അതറിയാവല്ലോ. പിന്നെ എന്നെ ഈ അദ്വൈത ജീവിതം പഠിക്കാതെ പോയത്? അദ്വൈത ജീവിതം ഒരു ഗദ്യ രൂപത്തിലുള്ള സന്ദേശമാണ്. എത്രയും പെട്ടെന്ന് അത് അന്വേഷിച്ച് കണ്ടെത്തി, ഇവിടെ നല്ല പഠിതാക്കളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ നിങ്ങളത് പഠിക്കണം. അതിന്റെ തുടക്കം, എല്ലാവരും കാക്ഷിക്കുന്നത് സുഖത്തെയാണ്. ഗുരുദേവൻ പറയാണ്, എല്ലാവരും കാക്ഷിക്കുന്നത് സുഖത്തെയാണ്. സത്യം പറഞ്ഞ അദ്വൈത ജീവിതത്തിന്റെ ഓരോ വാക്യങ്ങളും എടുത്തുകൊണ്ട് മനനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതാണ്. എല്ലാവരും കാക്ഷിക്കുന്നത് സുഖത്തെയാണ്. അതെങ്ങനെയുള്ള സുഖമാണ്? സുചിരമായ ശാശ്വതമായ സുഖം. അത് തന്നെ പദ്യരൂപത്തിൽ പറഞ്ഞു, നിത്യം വാഴണം വാഴണം സുഖം. ഗദ്യരൂപത്തിൽ പറഞ്ഞപ്പോൾ എന്നാണ്? എല്ലാവരും കാക്ഷിക്കുന്നത് സുഖത്തെയാണ്. അതെങ്ങനെയുള്ളതാണ്? സുചിരമായ, ചിരമായ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളത്, ശാശ്വതമായ എന്ന് പറഞ്ഞാൽ എന്നുമുള്ളത്. സുചിരമായ ശാശ്വതമായ സുഖമാണ് ആര് കാക്ഷിക്കുന്നത്? നമ്മളെല്ലാം കാക്ഷിക്കുന്നത്. അപ്പൊ നമ്മള് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളൊക്കെ ആരാണ്? മോക്ഷാർത്ഥികളാണ്, സുഖം ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യ ജീവിതം ആര് എടുത്തോ, മനുഷ്യനായി ജനിച്ചോ, അവരൊക്കെ മോക്ഷാർത്ഥികളാ. പക്ഷേ മോക്ഷം നേടണം എന്ന് വിചാരിച്ചുകൊണ്ട് നിയന്ത്രിതമായ, ശ്രദ്ധിച്ചു കേൾക്കണം, നിയന്ത്രിതമായ, ധ്യാനാത്മകമായ, ശ്രദ്ധാന്വിതമായ, നിയന്ത്രിതമായ, ധ്യാനാത്മികമായ, ശ്രദ്ധാന്വിതമായ ജീവിതം നയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ചൊല്ലിയ മന്ത്രത്തില് പറഞ്ഞു, ദുർലഭമാണ് ഏത് കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? മനുഷ്യനായി ജനിക്കുക എന്നുള്ളത് ദുർലഭമാണ്. 2, മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും എങ്ങനെയാ ജീവിക്കുന്നത്?
മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അതറിയാവോ? ഗുരുദേവൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഉണരണം, നിന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണമെന്നിവണ്ണം. ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം, പുണരേണമെന്നിവണ്ണം. അണയുമനേക വികൽപ്പം. ഇതൊക്കെ വികൽപ്പങ്ങളാണ്. ഇതൊക്കെയും വികൽപ്പങ്ങളാണ്. വികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? എള്ളാട്ടിയാൽ എന്ത് കിട്ടും? നല്ലെണ്ണ കിട്ടും അല്ലേ? ഉറപ്പല്ലേ അല്ലേ? ഞാൻ പറയാണ്, എള്ളാട്ടിയാൽ മണല് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന് സുനിശ്ചിതമായ ഒരു ഫലം അങ്ങനെ തന്നെ വരുമെന്ന് പറയുമ്പോൾ അത് സങ്കല്പമാണ്. സങ്കല്പത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വികല്പം. അപ്പൊ ഗുരു പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ മനുഷ്യനായി ജനിച്ചിട്ട് ജീവിച്ചിട്ടൊന്നും കാര്യമില്ല. എങ്ങനെ? ഉറങ്ങി ഉണ്ട കുട്ടികളെ ജനിപ്പിച്ച്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സച്ചിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ ഇങ്ങനെ പറയുന്നു: വിഷയങ്ങളിൽ ഉത്സുകനാം നരൻ ഇങ്ങഴലാഴിയിൽ വീണുഴലും നിതരാ. ഈ വിഷയങ്ങളിൽ എന്താണ് വിഷയങ്ങൾ? വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളില് മുങ്ങിക്കഴിയുക. നമ്മൾ ആഗ്രഹിക്കുന്നത് നിത്യ ആനന്ദമാണെങ്കിലും ആ നിത്യ ആനന്ദത്തിനായിട്ട് നല്ല ഭവനം വയ്ക്കുക, സന്തോഷമാകും. നല്ല വസ്ത്രം ധരിച്ചാൽ സന്തോഷമാകും. പ്രാപഞ്ചിക വിഷയങ്ങളിൽ ശ്രദ്ധയൂന്നി ജീവിച്ചു കഴിഞ്ഞാൽ സന്തോഷമാകും. ഇങ്ങനെ ധരിക്കുന്നതാണ് വികല്പം. സത്യം പറയാലോ, സന്തോഷമൊക്കെ കിട്ടും. സന്തോഷം കിട്ടില്ലേ? പക്ഷെ ആ സന്തോഷം നിത്യമാണോ, എന്നും മാറാതെ നിൽക്കുന്നതാണോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയാണ്, ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം. അപ്പോൾ ഇവരല്ല മോക്ഷാർത്ഥി. അപ്പൊ മോക്ഷാർത്ഥി ആയിരിക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് ദൈവാനുഗ്രഹമുണ്ട്, എനിക്ക് ഗുരുദേവന്റെ അനുഗ്രഹമുണ്ട്, എൻ്റെ ഈശ്വരന്റെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഒത്തുവരണം എന്ന് വിവേക ചൂടാമണിയിൽ പറഞ്ഞിരിക്കുന്നു. ഏത്? മനുഷ്യനായി ജനിക്കുക, മോക്ഷം അർത്ഥിക്കുന്ന മോക്ഷാർത്ഥിയാകുക, മുമുക്ഷുവാകുക. 3ാമത്തെ കാര്യം മഹാപുരുഷ സംശ്രയം. ഒരു മഹാപുരുഷനെ, ഒരു മഹാഗുരുവിനെ നമുക്ക് ലഭിക്കുക. അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആരാത്? ഗുരുദേവൻ. അപ്പൊ നിങ്ങൾക്ക് അത്രയൊക്കെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു. ഇനിയും ഇത് 3 കിട്ടിയാൽ എന്താ ചെയ്യണ്ടേ? ഇത് 3 കിട്ടിക്കഴിഞ്ഞാൽ മോശം കിട്ടണം, എന്നും ആനന്ദം വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു മഹാപുരുഷന്, ഒരു മഹാഗുരുവിന്, എല്ലാവരും അർത്ഥമൊക്കെ പറയും. ഗുരു എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപം, ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപം, ഗുരുവും ദൈവവും അഭേദമാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ വായും കൊണ്ട് പറഞ്ഞു പോയിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കണം. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഈ ശ്രീനാരായണ ഗുരുദേവനെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശിവഗിരിയിൽ പോകുന്നതും ധ്യാനിക്കുന്നതും ഇതെല്ലാം നമ്മളുടെ നിത്യ ആനന്ദത്തിന്. അതുകൊണ്ട് ഗുരു നമ്മളോട് അവിടെ വീണ്ടും പറഞ്ഞു, ദൈവത്തിൽ തുടങ്ങിയാൽ എവിടെ ചെല്ലും? സുഖത്തിൽ ചെല്ലും. അപ്പൊ നമ്മൾക്ക് മഹാപുരുഷനായിരിക്കുന്ന, മഹാഗുരുവായിരിക്കുന്ന ഒരു ഗുരുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സുഖം ലഭിക്കണമെങ്കിൽ ആ മഹാഗുരുവിന്റെ ഉപദേശങ്ങളെ അല്ലെങ്കിൽ തത്വദർശനത്തെ നാം സാംശീകരിച്ച്
അതനുസരിച്ച് ജീവിക്കണം. കഴിഞ്ഞ ദിവസം ഇന്നലെ പ്രവാസി സംഗമത്തിന് പങ്കെടുത്തു, പല ചർച്ചകൾ കേട്ടു. ഇതിനു മുമ്പും ചില പഠിതാക്കളുമായിട്ടൊക്കെ നിരന്തരം ഞാൻ സംസാരിക്കാറുണ്ട്. അവരൊക്കെയും പറയുന്ന ഒരു കാര്യം, അതുപോലെ ഒരിക്കല് മാതൃഭൂമിയില് ഒരു പ്രത്യേക വിശേഷാൽ പതിപ്പിറങ്ങി. അതിന്റെ ആമുഖ കുറിപ്പ് വായിച്ച് സത്യം പറയുന്നത് ഞാൻ കരഞ്ഞുപോയി. അത് എഴുതിയത് ശ്രീ സുഭാഷ് ചന്ദ്രനായിരുന്നു. അദ്ദേഹം എഴുതിയ ആമുഖ കുറിപ്പില് തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് ഗുരുവിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു. ആ മുഖചിത്രത്തോടു കൂടിയുള്ള ഒരു മാതൃഭൂമി ആഴ്ച പതിപ്പ് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്കത് വാങ്ങി സൂക്ഷിക്കണം. പഠിതാക്കളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കിട്ടാവുന്നതൊക്കെയും വാങ്ങുകയും വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യണം. ആരെങ്കിലും പറഞ്ഞു തരുന്ന അതേപടി കേൾക്കുകയല്ല, സ്വതന്ത്ര ചിന്തയുണ്ടാവണം. അജ്ഞാനം, വിപര്യം, ശാഖാചംക്രമണം എൻ്റെ ഗുരുനാഥൻ എന്നെ ആദ്യം പഠിപ്പിച്ച കാര്യങ്ങളാണ്. സ്വതന്ത്ര ചിന്തയുണ്ടാവണം. അജ്ഞാനം, വിപര്യം, ശാഖാചംക്രമണം പോലുള്ള ദോഷങ്ങളൊന്നും ഒരു പഠിതാവിനെ ബാധിക്കാൻ പാടില്ല. സ്വതന്ത്ര ചിന്തയുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾക്ക് സ്വയം അന്വേഷണം വേണം. ഗുരുവിനെ കുറിച്ച് ഇറങ്ങുന്ന ലേഖനങ്ങളും മാസികകളൊക്കെ വാങ്ങണം, വായിക്കണം, സൂക്ഷിച്ചു വെക്കണം, ഇടയ്ക്ക് വീണ്ടും വായിക്കണം, മനനം ചെയ്യണം, അത് മറ്റുള്ളവരുമായി ചർച്ച ചെയ്യണം, പഠിക്കണം. ഇതൊക്കെ പഠിതാവിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ്. ഞാൻ ഇനി അത്ര വിസ്തരിക്കുന്നില്ല, നമുക്ക് നമ്മളുടെ പോയിന്റിലേക്ക് പോകാം. അതിൻ്റെ അകത്ത് പറയുകയാണ്, ആ ചൂണ്ട് വിരലോളം വളർന്നില്ലല്ലോ ഞങ്ങൾ. ശ്രീനാരായണ ഗുരുദേവന്റെ ചൂണ്ട് വിരലോളം പോലും നമ്മൾ വളർന്നില്ലല്ലോ. മനുഷ്യനായി മുമുക്ഷുവാകാനുള്ള എല്ലാ അറിവും തന്നു. ഒരു മഹാപുരുഷനെ നമുക്ക് ലഭിച്ചു. പക്ഷേ ആ മഹാപുരുഷന്റെ ഉപദേശങ്ങളെ എത്ര കണ്ട് നാം സംശീകരിക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ നമ്മളെ കാട്ടിത്തന്നിട്ടുണ്ട് ധർമ്മം. ധർമ്മം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു ഗുരുവിന്റെ ഉപദേശങ്ങളെ പാലിക്കുമ്പോൾ മാത്രമാണ് ധർമ്മം പ്രകാശിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? മനുഷ്യ ജീവിതം ധർമ്മത്തിലൂന്നിയുള്ളതായിരിക്കണം. ഈ ധർമ്മത്തിന് ചുതി വരുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, വിഷയങ്ങളിൽ ഉത്സുകനാണ് മനുഷ്യൻ. ഈ വിഷയങ്ങളിൽ അമിതമായി ഉത്സുകനാകുമ്പോൾ നരകാഴിയിൽ വീണുഴലും നിതര. ഈ വിഷയങ്ങൾ വിഷമോട് ചേർന്നതാണ് എന്ന് ബാലവിജ്ഞാപനം എന്ന് പറയുന്ന ശിവലിംഗദാസ് സ്വാമികളുടെ കൃതി എടുത്ത് നിങ്ങൾ വായിച്ചു പഠിക്കണം. അതിൻ്റെ അകത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഈ മരണാദികളാൽ ഉഴലുക. മരണാദികളാൽ ഉഴലുക എന്ന് പറഞ്ഞാൽ മരിച്ച് ജനിച്ച് വീണ്ടും ജീവിക്കുന്നത് ആരാണ്? മോക്ഷം കിട്ടാത്തവരാണ്. ഇപ്പൊ മനുഷ്യനായി ജനിച്ചാലും മോക്ഷം നമ്മളിൽ നിന്ന് അന്യമായി പോകാൻ കാരണം നമ്മൾ വിഷയങ്ങളിൽ ബന്ധിതരാകുന്നു. അപ്പോൾ ഒരു ഗുരുവിന്റെ ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, കണ്ടില്ലേ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കേ, നമ്മുടെ മാധ്യമങ്ങളിലേക്ക് നോക്കിക്കേ, എല്ലാ വേദികളിലും ഈയിടെയായി തുടർച്ചയായിട്ട് എനിക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കൂടുതൽ കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് സമൂഹം പോകുന്നുണ്ട്. അദ്വൈത ജീവിതത്തിൽ തന്നെ ഗുരുദേവൻ നൽകിയിരിക്കുന്ന ഉപദേശം ആത്മീയവും ലൗകികവും രണ്ടും രണ്ടല്ല എന്നാണ്. ഒരു ശരീരത്തില് അവയവങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് സുഖമുണ്ടാകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ലൗകികവും വേണം, ആത്മീയവും വേണം. ലൗകികം എന്ന് പറഞ്ഞ ലോകത്തെ സംബന്ധിച്ചത്. എന്നാ ലോകത്തെ സംബന്ധിച്ചത്? നല്ല വിദ്യാഭ്യാസം നേടുക, നല്ല ശുചിത്വമുള്ളവരാകുക,
ധന അഭിവൃദ്ധിക്ക് ഉതകുന്ന രീതിയിൽ ജീവിക്കുക. ഇതൊക്കെ നമ്മൾ നേടുമ്പോഴും അതിനൊത്ത അതിന്റെ അതേ നില സൂക്ഷിക്കുന്ന ആധ്യാത്മിക ഉയർച്ച നമ്മൾ നേടുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുക. ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ മാത്രം കാര്യമല്ല കേട്ടോ പറയുന്നത്, മൊത്തത്തിൽ മനുഷ്യരെ ജനസമുദായത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറിയപ്പള്ളിയിലെ ശാഖാംഗങ്ങളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇന്നിപ്പോ അതിന്റെ കുഴപ്പം എന്താണ്? ഇവിടെ ഇരിക്കുന്നതിൽ ഇവിടെ പിന്നെ കുട്ടികൾ ബാലജനയോഗം, ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 55 വയസ്സിന് മുകളിലുള്ളവർ മാത്രമാണ് ഇത് കേൾക്കാൻ വരുന്നത്. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, എന്തിനാ ഇതൊക്കെ പ്രാർത്ഥിക്കുക ജപിക്കുകയൊക്കെ ചെയ്യണത്? അതിന്റെ ഫലം എന്താണ്? കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു, ഏത് പത്രത്തിലാന്ന് ഓർമ്മയില്ല, ആത്മഹത്യക്ക് മുന്നിൽ കേരളം മുന്നെയാണ്. ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതിപ്പോ അക്ഷര നഗരിയാണ് കോട്ടയം. അഭിമാനമാണ് കോട്ടയംകാരിയായിട്ട് ജനിച്ചത്. ഞാൻ എല്ലാവരോടും പറയും, ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് എൻ്റെ പ്രാക്ടീസ് ഇവിടുത്തെ ബേക്കർ സ്കൂളിലാണ്. എത്രയോ പടക്കം ചെന്ന ഒരു സ്കൂളില് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ അധ്യാപക ജീവിതം ആരംഭിച്ചത്. ഒക്കെ അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാൾ കൂടുതൽ എഡ്യൂക്കേഷനില് ഗ്രാമ പട്ടണ വ്യത്യാസമില്ല. ഇവിടെ ഗ്രാമം പട്ടണമൊന്നും ഇല്ല. ഇവിടെ ഗ്രാമം പട്ടണമൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ ചെന്നാൽ പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. മഹാരാഷ്ട്രയിൽ ചെന്നാൽ പട്ടണമുണ്ട്, ഗ്രാമമുണ്ട്. മെട്രോപൊളിറ്റൻ സിറ്റി ഉണ്ട്, ബോംബെ പോലുള്ള വൻ നഗരമുണ്ട്, പൂനെ പോലത്തെ വൻ നഗരമുണ്ട്, കുഗ്രാമങ്ങളും ഉണ്ട്. കേരളത്തിൽ അങ്ങനെ പറയാനില്ല. കേരളം ഒറ്റ പട്ടണമാണ്. പക്ഷേ എന്തുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ മുന്നേ നിൽക്കുന്ന നമ്മൾ ആത്മഹത്യയില്, പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേരളത്തിലാണ് ദുരാചാരങ്ങളുടെ ഇതായിട്ട് കൊലകൾ നടന്നിട്ടുള്ളത്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, വിദ്യാഭ്യാസത്തിൽ ഇത്രയും മുന്നേ പോയ നാട്ടിൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്നല്ലോ. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഉപരിപ്ലവമായുള്ള ഭക്തിയും ആചാരങ്ങളും മാത്രമല്ല വേണ്ടത്, ഉള്ളിലേക്ക് സ്വാംശീകരിച്ചിട്ടുള്ള ഒരു നില നമുക്ക് വേണം. അതെന്തുകൊണ്ടാണ്? ഗുരുദേവനെ പോലൊരു മഹാഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ജപിക്കുമ്പോഴും ആ ജപവും ധ്യാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അനുഭവം ഉണ്ടോ എന്ന്. അനുഭവിയാതറിവീൽ അഖണ്ഡമാ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അനുഭവിയാതറിവീല, അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, മുമുക്ഷു ആവുക എന്ന് പറഞ്ഞാൽ മനുഷ്യരായവരെല്ലാം മുമുക്ഷു അല്ല. മനുഷ്യരായവരെല്ലാം മുമുക്ഷു അല്ല, പക്ഷെ മനുഷ്യരായവരെല്ലാം മുമുക്ഷു ആകണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകാദി കൃതികൾ നമുക്ക് പറഞ്ഞു തന്നത്. ഞാൻ അല്പം മുമ്പ് പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരു മഹാഗുരുവിന്റെ മഹാപുരുഷ സംശ്രയം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഒരേ സമയം വരണം. ഏതൊക്കെ? മനുഷ്യൻ, മുമുക്ഷു, മഹാപുരുഷ സംശ്രയം. നമുക്കൊരു ഗുരു ഉണ്ട്, പക്ഷെ ഗുരുവിന്റെ ഉപദേശങ്ങളെ നാം എത്ര കണ്ട് ജീവിതത്തിൽ പാലിക്കുന്നുണ്ട്? നമുക്ക് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ കൈവച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. അവിടെ ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് കാട്ടിത്തന്ന ഉപദേശങ്ങൾ ആത്മോപദേശ ശതകത്തിൽ പറയുന്നു, ഉദിക്കയും പിൻപൊലികയുമില്ല, ഉദിക്കയും പിൻപൊലികയുമില്ല, ഇത് കണ്ടുപോയിടേണം. അതിന്റെ അർത്ഥം എന്താ? ഉദിക്കത്തുമില്ല പൊലിയത്തുമില്ലാത്ത ഒരു വിളക്കുണ്ട്. ആ വിളക്ക് ഏതാണ്? അത് ഈശ്വരനാണ്, ദൈവമാണ്. ഇപ്പോഴും ദൈവവിശ്വാസമില്ലാത്തവരുണ്ട്. എന്തിന് ദൈവത്തെ പ്രാർത്ഥിക്കുന്നെന്ന് ചോദിക്കുന്നവരുണ്ട്.
എന്തുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്നവർ പോലും ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറായും എഞ്ചിനീയറായും IPSകാരായും IASകാരായും കവികളായും ചിന്തകരായും മാറിയിട്ട് ആത്മഹത്യ, ഈ കിട്ടിയ വിരളമായ ജീവിതത്തിന്റെ മഹത്വം, മനുഷ്യ ജീവിതത്തിന്റെ മഹത്വത്തിലല്ലേ നമ്മൾ തുടങ്ങിയേ, ആ വിരളമായ ജീവിതത്തെ ഒറ്റ നിമിഷം കൊണ്ട് അവസാനിപ്പിക്കുന്നവരെ നിങ്ങളൊന്ന് നോക്കൂ. നമ്മളൊക്കെ അറിയേണ്ടതിനെ അറിഞ്ഞിട്ടാണോ ഈ ജീവിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നു. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങളെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ ഗുരുവായി, ജീവിതത്തിന്റെ പരമദൈവമായി ശ്രീനാരായണ ഗുരുദേവനെ നാം സ്വീകരിക്കണം. നാം ഓരോരുത്തരും സ്വീകരിക്കണം. നാം ഓരോരുത്തരും ഉപരിപ്ലവമായി മാത്രമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഗുരുവിന്റെ ഉപദേശമൊക്കെ പറയും, കേൾക്കും, എഴുതും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല, ഇല്ലേ? പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങള് പ്രാർത്ഥനയുള്ളവരാ, മക്കള് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? പിള്ളേരോട് എപ്പോഴാ പ്രാർത്ഥിക്കാൻ പറയേണ്ടത്? ഞാൻ പറയട്ടെ, ജനിക്കുന്നതിന് മുമ്പ് പറയണം. എപ്പോ പറയണം? ജനിക്കുന്നതിന് മുമ്പ് പറയണം. ജനിച്ചു കഴിഞ്ഞ് ഈ വയറ്റിൽ നിന്ന് പുറത്തു വരുന്നതാണോ ജനനം? ആണോ? ഇത് ഈ വയറ്റിൽ കിടക്കുമ്പോഴും അതിന് കേൾക്കാം. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വെച്ച് കാലന്റെ കൈ. 4-5 മാസം ഒരുപോൾ നയനങ്ങൾ വെച്ച് വളർത്തിയെടുത്തത് ആരാ? ഭഗവാനാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? എന്നെ ധാരാളം അമ്മമാര് വിളിക്കും, എന്റെ മകള് പ്രഗ്നന്റ് ആണ് ടീച്ചറെ, എന്താണ് ആ കുട്ടിക്ക് ചൊല്ലാൻ നല്ല ഗുരുദേവ കൃതി? ഞാൻ പറയാം, എല്ലാ കൃതിയും ചൊല്ലിക്കോ, എല്ലാ കൃതിയും ചൊല്ലാം. ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വം, ഗുരു ആര് എന്നുള്ള ആ തലത്തിലേക്ക് നമ്മളുടെ ചിന്തയെ കൊണ്ടുവരിക. ഉപദേശം സ്വീകരിക്കണോ? ഗുരു ആരെന്നറിഞ്ഞാൽ മാത്രം. നമ്മളിപ്പോ ഇങ്ങനെ എൻ്റെ അടുത്ത് പോലെ കുറച്ച് പേരുണ്ട്, ഒരാൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യുവോ? അതേസമയം എൻ്റെ ഗുരുനാഥം എന്ന് പറഞ്ഞാലോ ഞാൻ ചെയ്യും, എൻ്റെ അധ്യാപകര് പറഞ്ഞാലോ ഞാൻ ചെയ്യും, എൻ്റെ പപ്പ പറഞ്ഞാലോ ഞാൻ ചെയ്യും. അപ്പൊ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്, നമ്മൾ ഉള്ളാലെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമ്മൾ ആ പ്രമാണമാക്കുന്നത്, ആ വാക്കുകളെ പ്രമാണമാക്കുന്നത്. അത് തന്നെയാ ശ്രീനാരായണ ഗുരുദേവന്റെ ആ മഹത്വം അറിയണമെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാരെ കൂടി പഠിക്കണം. എന്റെ ഗുരുനാഥൻ പറയാറുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ ഒരു മഹാസൗധമാണെങ്കിൽ ഗുരുവിന്റെ ശിഷ്യന്മാര് അതിന്റെ ജനാലകളാണ്. ഗുരുദേവൻ എത്രയോ ശിഷ്യന്മാരാ ഉണ്ടായിരുന്നത്, എത്ര തരത്തിലുള്ള. സാധാരണ ആധ്യാത്മിക ഗുരുക്കന്മാരുടെയൊക്കെ ശിഷ്യന്മാരാരാ? ആധ്യാത്മ മാർഗത്തിൽ ആത്മസാധകരായുള്ള മോക്ഷാർത്ഥികളായിരിക്കും. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെയുള്ളവർ മാത്രമാണോ ശിഷ്യന്മാരുണ്ടായിരുന്നത്? ആണോ? ഉറങ്ങിയോ? ഉച്ചയൊന്നും കേൾക്കുന്നില്ല, ആ ഒന്നൊന്നും കേൾക്കുന്നില്ല ചോദ്യത്തിന്. അങ്ങനെയാണോ ഉണ്ടായിരുന്നത്? ഗുരുദേവന്റെ ശിഷ്യൻ CV കുഞ്ഞിരാമൻ നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ ആരെ അംഗീകരിച്ചു? ഗുരുവിനെ ഉൾക്കൊണ്ടു. സഹോദരൻ അയ്യപ്പനുടെ യുക്തിവാദിയായിരുന്നു ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യനെന്ന് ഇങ്ങനെ തിരിച്ചു പറഞ്ഞ ആളാണ് സഹോദരൻ അയ്യപ്പൻ. പക്ഷെ സഹോദരൻ അയ്യപ്പൻ ഗുരുവിനെ ഉൾക്കൊണ്ടിരുന്നു. ഗുരുദേവന്റെ സന്യസ്ത ശിഷ്യന്മാർ എത്രയേറെ ഉണ്ടായിരുന്നു. ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് ശിവലിംഗദാസ സ്വാമികള്, ബോധാനന്ദ സ്വാമികള്, ചൈതന്യ സ്വാമികള്, ആരെയൊക്കെ അറിയാം? ചൈതന്യ സ്വാമികള്, പിന്നെ ആരെ അറിയാം? സത്യവ്രത സ്വാമികള്. ഇവിടെ അടുത്ത് കുറിച്ച് അദ്വൈത വിദ്യാസമൊക്കെ സ്ഥാപിച്ച് പ്രവർത്തിച്ചതാരാ? ശ്രീനാരായണ തീർത്ഥ സ്വാമികള്. പിന്നെ അവനമഞ്ചേരി മാധവാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവനമഞ്ചേരി മാധവാനന്ദ സ്വാമികള്. ജഗദീശ്വരാനന്ദ സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
ജഗദീശ്വരാനന്ദ സ്വാമികളാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ജഗദീശ്വരാനന്ദ സ്വാമിയുടെ സ്മൃതി ദിനം വന്നത്. അജ്ഞാനം ശമയന്ന ശേഷ ജനത മാത്സര്യം ഉത്സാരയൻ ദൈന്യം ദ്വജ്ജന ഭർത്തനോത്തമുദം സർവം സമുത്പാടയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുരത്ന പഞ്ചകം ശ്രീനാരായണ ഭാസ്കര എന്നാണ് ഗുരുദേവനെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ശ്രീനാരായണ സൂര്യൻ ഉദിച്ചിരിക്കുന്നു. അതായത് അജ്ഞാനം ശമിപ്പിക്കുവാൻ, മനുഷ്യനിലെ അജ്ഞാനമില്ലാതാക്കി, അങ്ങനെ ഗുരുവിന്റെ സ്വരൂപം എഴുതി വെച്ചിരിക്കുക. നമ്മൾ കാണുന്ന, നമ്മുടെ സാധാരണ മനുഷ്യന്റെ കാഴ്ച ഇത്രയുള്ളെങ്കിൽ ഈ ശിഷ്യന്മാരൊക്കെ കൂടുതൽ കണ്ടു ഗുരുവിനെ. ഒരേ സമയം ഒരു വ്യക്തിയെ 10 പേര് കണ്ടു കഴിഞ്ഞാൽ 10 പേർക്ക് ഒരുപോലാണോ മനസ്സിലാവുന്നത്? അല്ല. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാര് വലിയ ഉയർച്ചയുള്ളവരായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു. അതുകൊണ്ട് അവരുടെ കാഴ്ച കുറച്ചും കൂടെ സൂക്ഷ്മമായിരുന്നു. സൂക്ഷ്മമായി ഗുരുസ്വരൂപത്തെ കണ്ട് അവർ പറഞ്ഞു വെച്ചു. ഗുരുരത്ന പഞ്ചകം എഴുതിയത് ജഗദീശ്വരാനന്ദ സ്വാമികൾ. ഞാൻ ശിവഗിരിയിൽ 2ാമത് പ്രസംഗിക്കുന്നത് ജഗദീശ്വരാനന്ദ സ്വാമികളെ കുറിച്ചാണ്. ജഗദീശ്വരാനന്ദ സ്വാമിയുടെ ഒരു കൃതി നിങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. സ്വാമി എല്ലാവർക്കും വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും സ്വാമിയുടെ കൃതി ചൊല്ലും. പ്രാർത്ഥനയില്, ഹോമത്തിലൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. ശിവഗിരി ശിഖരാഗ്രേ ദിവ്യ പത്മാസനസ്ഥം ചൊല്ലാറുണ്ടോ? അപ്പൊ അതാരെഴുതിയതാ? ജഗദീശ്വരാനന്ദ സ്വാമികൾ. ജഗദീശ്വരാനന്ദ സ്വാമികളുടെ സമാധി പെരുങ്ങോട്ടുകരയിലാണ്, തൃശ്ശൂരില്. അപ്പൊ ഇത്രയേറെ ശിഷ്യന്മാര്, കൊച്ചു ഗോവിന്ദാനന്ദ സ്വാമികള്, കൊച്ചു നാരായണ സ്വാമികള്, ശാന്താനന്ദ സ്വാമികള്, പിച്ചമ്മാള്, ഗുരുവിന്റെ ഒപ്പം ജീവിച്ചവരെ ഇവരൊക്കെ. വിദ്യാനന്ദ സ്വാമികൾ 2 ഉണ്ട്. തുത്തുക്കുടി വിദ്യാനന്ദ സ്വാമികള്, മാമ്പലം വിദ്യാനന്ദ സ്വാമികള്. നിങ്ങൾ നോക്കിക്കേ, നിരീശ്വരവാദിയും ഈശ്വരവാദിയും ഈശ്വര വിശ്വാസിയും ആത്മസാധകരും യഥാർത്ഥ മോക്ഷാർത്ഥികളും തപസ് ചെയ്ത് ആധ്യാത്മികതയിൽ ഉയർച്ച നേടിയ ശേഷം ഗുരുവിനെ കണ്ട് സ്വഭാവത്തിൽ പരിവർത്തനം വന്നു ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികൾ എങ്ങനെയായിരുന്നു? ക്ഷേത്ര ധ്വംസനം നടത്തിയ ആള് ക്ഷേത്ര പ്രതിഷ്ഠാപകനായി മാറി 1908 ഗുരുവിനെ കണ്ടപ്പോൾ. ധർമ്മതീർത്ഥ സ്വാമിയെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ ഇത്രയും ശിഷ്യന്മാരുടെ പേര് പറഞ്ഞത് സാധാരണ ജനങ്ങളെക്കാൾ ഉയർന്ന് ചിന്തിച്ച, ഉയർന്ന ബുദ്ധിയുടെ തലമുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ മോക്ഷാർത്ഥികൾ, ശ്രദ്ധാന്വിതമായ ധ്യാനാത്മകമായ ജീവിതം നയിച്ച സൂക്ഷ്മ ദൃക്കുകളായ കുറെ അധികം ആളുകൾ പല പല മേഖലകളിൽ പല പല ചിന്തകളോടുകൂടി, പല പല ആറ്റിറ്റ്യൂഡോടുകൂടി, ആശയങ്ങളോടുകൂടി, ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വര സഹോദരൻ അയ്യപ്പൻ, CV കുഞ്ഞിരാമൻ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, C കേശവൻ, അങ്ങനെയുള്ള ആളുകളും തനി മോക്ഷാർത്ഥികളായ ആധ്യാത്മിക മാർഗത്തെ സ്വീകരിച്ച സന്യാസിമാര്, സ്വാമി ശിവപ്രസാദിനെ പോലെയൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ ആര്യഭട്ട സ്വാമികൾ, ഇവരൊക്കെ ഗുരുവിന്റെ പരമ്പരയിൽപ്പെട്ട സന്യാസിമാര്. ഇത്രയധികം ശിഷ്യന്മാര്, 10-60ഓളം സന്യാസി ശിഷ്യന്മാര്, ബാബാഭാരതി സ്വാമികള്, ജഡാഭരത സ്വാമികള്, കുറെ അധികം സന്യാസി ശിഷ്യന്മാർ ഗുരുവിനുണ്ടായി. അപ്പൊ ഓർക്കണം, ഇത്ര വലിയ ഒരു ജീവിച്ചിരുന്ന സശരീരനായിരുന്ന കാലത്ത് തന്നെ ഇത്രയധികം ശിഷ്യ സമ്പത്ത് ഉണ്ടായെന്ന് പറയുമ്പോൾ അവരൊക്കെ ഗുരുവിനെ സ്വീകരിച്ചു. അവരൊക്കെ ഗുരുവിന്റെ ഉപദേശങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. മഹാകവി കുമാരനാശാനെ, ഡോക്ടർ പൽപ്പുവെ, എത്രയധികം ആളുകളുടെ പേരുകൾ നമുക്കിവിടെ ഇരുന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ? ഉൾക്കൊണ്ടാൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പകർത്തും. അതാണ് വിലമതിയാത്ത വിളക്കിനെ, പൊലികയില്ലാത്ത വിളക്കിനെ കണ്ടുപോയിടേണം, കണ്ടുപോയിടേണം. അപ്പൊ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കൊച്ചുമക്കളെ, ഞാനെല്ലാ ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്,
നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കുടുംബ സ്വത്ത് കാത്തു വെക്കണ്ട, ബാങ്ക് ബാലൻസ് കാത്തു വെക്കണം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, അതൊക്കെ വെച്ചോ. പക്ഷെ അതിനുപരിയായിട്ട് കുടുംബപരമായിട്ട് കൊടുക്കേണ്ടത് എന്താ? ഗുരുഭക്തി. അത് കൊടുക്കാതെ വരുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ മക്കള് വരണില്ല, എൻ്റെ മക്കള് വരണില്ല. അപ്പോൾ അത് ശ്രമം ചെയ്യേണ്ടത് വയറ്റിൽ ഉരുവാകുന്നതിന്. ശ്രീനാരായണ ധർമ്മമൊക്കെ നിങ്ങൾക്കറിയാം, അതൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. വയറ്റിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഈശ്വര ഭക്തിയെ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കും എന്നൊരു ദൃഢനിശ്ചയം നിങ്ങൾ സ്ത്രീകൾ എടുക്കണം. അമ്മയുടെ ചിന്തയും മനസ്സുമായിരിക്കും അതിലേക്ക് വരുന്നത്. ഇനി ഗുരുവിന്റെ ഒരു മഹത്വം ഞാൻ പറഞ്ഞു. ഗുരുവിനെ പലതരത്തിലുള്ള ശിഷ്യന്മാർ ഉൾക്കൊണ്ടു. ഗുരുവിന്റെ മറ്റൊരു ഉപദേശം എന്താണ്? നമ്പർ 2, മനുഷ്യന്റെ മഹിമ അറിഞ്ഞ് ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം? നമ്മള് അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്തും പുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതി വേണം. എന്നിട്ട് നിങ്ങളൊക്കെ തെരുതെര വീഴുന്നുണ്ടോ? തെരുതെര വീഴുന്നുണ്ടോന്ന് എന്താ? അപ്പൊ നമുക്ക് എങ്ങനത്തെ ഒരു ജീവിതാ വേണ്ടേ? എന്താ ഈ ധ്യാനാത്മകമായ ജീവിതം ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു ആരൊന്നും എന്നോട് ചോദിച്ചില്ല. ഒന്ന് കൈവക്കിട്ട് ചോദിക്കും, എന്താ ഈ ധ്യാനാത്മകമായ ജീവിതം എന്ന് ചോദിച്ചില്ലല്ലോ. എന്നാ ധ്യാനാത്മകമായ ജീവിതം? ശ്രീനാരായണ ഗുരുദേവൻ ഞാൻ ഈ കോട്ടയം ഭാഗത്തെ കുറിച്ച്, ഞാൻ കോട്ടയംകാരിയാണ്, എല്ലായിടത്തും പാലക്കാട് പോകുമ്പോഴും ഈ തൃശ്ശൂര് പോകുമ്പോഴൊക്കെ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന ആളാണ്. അപ്പൊ അവിടെയുള്ളവര് പറയും, ഓ ഞങ്ങളെക്കാളൊക്കെ ഭക്തിയുള്ളവർ കോട്ടയംകാരാ. പിന്നെ മൊത്തത്തിലൊരു വെപ്പുണ്ട്. എങ്കിലും എന്റെ ഗുരുനാഥൻ സച്ചിദാനന്ദ സ്വാമികള് 1992 ദിവ്യപ്രബോധന ധ്യാനം ആരംഭിക്കാൻ കാരണക്കാരായി ഈ കോട്ടയംകാരാ. എന്താ കാരണം എന്നറിയാവോ? തലമുറകളായിട്ട് ഗുരുഭക്തിയൊക്കെ ഉള്ള ആളുകളാണെങ്കിലും അവരെവിടെ പോയി? വേറെ വേറെ സഭകളിലേക്ക് പോയി. ഇപ്പോഴും പോകുന്നുണ്ടെന്നാ എൻ്റെ അറിവ്. ഇപ്പോഴും പോകുന്നുണ്ടെന്നാ ഞാൻ കേട്ടത്. ഈ കോട്ടയത്തെ സംബന്ധിച്ച് ഗുരുദേവ സന്ദേശ പ്രചാരകര് ഇഷ്ടം പോലെയുണ്ട്. തൃശ്ശൂരൊക്കെ കുറവാണ് ആളുകൾ. പക്ഷെ അവിടെ പോകുന്നേക്കാൾ കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് പോകുന്നു? നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയും. ഞാനും നിങ്ങളിൽ ഒരാളാ, ഞാൻ ഇവിടുത്തുകാരി, അതുകൊണ്ട് ഞാൻ പറയാ എന്തുകൊണ്ട് പോകുന്നു. ഇപ്പൊ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവ്, വിപ്ലവകാരി, ഗുരുദേവൻ നമുക്ക് നൽകിയ സാമൂഹികമായ മാറ്റങ്ങളെ എല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ട് തന്നെ അതിനും ഉപരിയായി, അതിനും മുകളിലായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, യഥാർത്ഥ ജീവിതം, മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മ തലത്തെ നമുക്ക് പറഞ്ഞു വച്ച് തന്നത് ശ്രീനാരായണ ഗുരുദേവന. എന്താണ്? ഭൗതികമായ സുഖങ്ങൾ ലഭിക്കുമ്പോഴും, വിദ്യാഭ്യാസവും പണവും ബിസിനസ്സും നല്ല ഭവനവും വണ്ടിയും ബാങ്ക് ബാലൻസും ഒക്കെ ഉള്ളപ്പോഴും, ഇന്നലെ പ്രവാസി സംഗമത്തില് ഒരാൾ പ്രസംഗിച്ചപ്പോ പറയുകയാണ് 40%, 40% ആളുകൾ മാനസികമായ ബുദ്ധിമുട്ടുകൾ, വൈകാരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം കൗൺസിലിംഗ് നടത്തിയ ടീച്ചർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ മാത്സാണ് പഠിപ്പിച്ചിരുന്നത്, പല കുഞ്ഞുങ്ങൾക്കും ഈ അടുത്ത കാലത്ത് 10 വയസ്സുകാരൻ ഒരാൾ ആത്മഹത്യ ചെയ്തു. 10 വയസ്സ്. ഇവിടെ ഗുരുവിന്റെ ഉപദേശത്തെ നമ്മൾ നേരാവണ്ണം സ്വീകരിച്ചാൽ ധ്യാനാത്മകമായ ജീവിതം, ശ്രീനാരായണ മാസാചരണവും ധർമ്മചര്യ യജ്ഞത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ്. നിങ്ങൾ മറ്റ് മതവിഭാഗങ്ങളിലേക്ക് നോക്കുക, അവിടെയും പ്രശ്നങ്ങളില്ല എന്നല്ല, അവിടെയും ആത്മഹത്യകളും ഡിവോഴ്സസും മൊത്തത്തിൽ സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്, മനുഷ്യരുടെ കൂടുതൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡായിട്ട് മാറും, മനോഭാവമായിട്ട് മാറും, വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നമ്മൾക്ക്
നമ്മുടെ ജീവിതത്തില് ഇതെന്തിനാചരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്നിട്ടേ ഞാൻ ഗുരുവിന്റെ സ്വരൂപത്തിലേക്ക് പോകത്തുള്ളൂ. മഹാപുരുഷ സംശ്രയം, അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഞാൻ പോകത്തുള്ളൂ. കൃത്യമായി വ്രതമെടുക്കുന്ന മറ്റു മതവിശ്വാസികളെ കണ്ടേ. മുസ്ലിങ്ങള് റംസാൻ വ്രതം എടുക്കുന്നത് പോലെ ഇപ്പൊ 8 നോയമ്പിന് നമ്മുടെ ആൾക്കാർ അവിടെ പോയി 8 നോയമ്പ് എടുക്കുന്നുണ്ട്. ഇനി 8-ാം തീയതി എവിടെ ഒരു പ്രസവത്തിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ ആലോചിച്ചു, കോട്ടയത്തെങ്ങാനാണെങ്കിൽ വഴി കിടന്നതിനൊന്നും ആലോചിച്ചു. എന്താ, നമ്മളെല്ലായിടത്തും ഓടി നടക്കുക. ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഒരു മഹാഗുരുവിനെ കിട്ടി, അവിടെ നമുക്ക് മോക്ഷം കിട്ടും, അവിടെ എനിക്ക് ശാന്തി കിട്ടും, അവിടെ എനിക്ക് സന്തോഷം കിട്ടും, ഇവിടെ എനിക്ക് കിട്ടുന്നതെല്ലാം എനിക്ക് വേറൊരിടത്തും കിട്ടത്തില്ല, എനിക്ക് മറ്റിടത്ത് കിട്ടുന്നതെല്ലാം എനിക്ക് ഇവിടെ കിട്ടും എന്നുള്ള ദൃഢബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോവോ ഇല്ല. അപ്പൊ നമ്മൾ ഇനിയും ഗുരുവിന്റെ സ്വരൂപം അറിയേണ്ടിയിരിക്കുന്നു. എന്റെ ഗുരുനാഥൻ അന്ന് ദിവ്യപ്രബോധനം ധ്യാനം നടത്താൻ കാരണമായത് മാങ്ങാനത്ത് നിന്ന് കുറച്ച് പേർ ചെന്നിട്ട് ചോദിച്ചു, സ്വാമി, നമ്മുടെ ഗുരുവിന്റെ തത്വദർശനത്തിൽ ധ്യാനമൊന്നും ഇല്ലേ? ചാലക്കുടിയിൽ ഞാൻ താമസിക്കുന്ന അടുത്ത് 2 ധ്യാന കേന്ദ്രങ്ങളാ. കഴിഞ്ഞ ദിവസം ഞാൻ കാടൂറ്റി സ്ഥലത്തേക്ക് കാറിൽ പോകുമ്പോൾ കുറെ ആളുകൾ ഭാഗം പിടിച്ച് ഈ കോട്ടയത്ത് നിന്ന് ഇടുക്കി എന്നൊക്കെ വരിക ധ്യാനം കൂടാൻ. വളരെ ബിസിനസ്സുകാര്, അവരൊക്കെ കൃത്യമായി ആധ്യാത്മികമായ പ്രാർത്ഥന നിർഭരമായ കുറച്ച് ദിവസങ്ങൾ 365 ദിവസത്തെ മാറ്റിവെക്കും. നമുക്കിപ്പോ മാസം തോറും ഒരു ദിവസം ഉണ്ട്, അത് പോരാ. ഒരു ദിവസം മാത്രം എടുക്കേണ്ടതല്ല, ഒരു കുറച്ച് ദിവസം. നമ്മൾ പറയത്തില്ലേ, ഒരു ശീലമാകുന്ന എപ്പോഴും ഒരു കാര്യം തന്നെ 10 ദിവസം ചെയ്താൽ അത് ശീലമായി എന്ന് പറയും. ഇന്ന് രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക്, നാളെ ഞാൻ 7 മണിക്ക് എഴുന്നേറ്റൊക്കെ എനിക്ക് നാളെ കഴിഞ്ഞ് 5 മണിക്ക് എഴുന്നേക്കാൻ പറ്റുമോ? കൃത്യമായി ഞാൻ 5 മണിക്ക് കുറെ ദിവസം അടുപ്പിച്ച് എഴുന്നേറ്റ് എന്റെ ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കും. ഞാൻ ടക്കേന്ന് 5 മണി ഞാൻ എഴുന്നേക്കും. അതിനാണ് ശ്രീനാരായണ മാസാചരണം. ശ്രീനാരായണ ഗുരുദേവന്റെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ഇതാണ്. നമ്മള് ശുചിത്വം, ഗുരുദേവൻ ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഈ ശുചിത്വം പുറമേ ഉള്ളത് മാത്രമാണോ? ആണോ? നമുക്ക് എന്തൊക്കെയുണ്ട് ഇന്ദ്രിയങ്ങള്? ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ശരീരം. അതിൻ്റെ അകത്ത് പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പെടും. പക്ഷെ അന്തരിന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. ചിത്തം, ബുദ്ധി, മനസ്സ്, അഹംബോധം, ഇതൊക്കെ അന്തരിന്ദ്രിയങ്ങളാണ്. ഈ അന്തരിന്ദ്രിയങ്ങളുടെ ശുദ്ധി വേണമെങ്കിൽ കൃത്യമായ പ്രാർത്ഥനയും കൃത്യമായ സാധനയും വേണം. പണ്ട് ചാലക്കുടി ഗായത്രി ആശ്രമത്തിന്റെ അടുത്ത് പത്മവിഭൂഷൺ വൈദ്യരത്നം തിരുമുൽപ്പാട് ഉണ്ട്. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ മകൾ ശിവഗിരിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജനനി നവരത്ന മഞ്ജരിയുടെ ക്ലാസ് ഒക്കെ എടുത്തു. തിരുമുൽപ്പാട് ഗുരുദേവനെ കുറിച്ച് ഒരു കൃതി എഴുതിയിട്ടുണ്ട്, ഒരു ഗുരു ഭക്തി എന്ന് പറയുന്ന. പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ, നമ്പൂതിരിമാരാണ്. നന്നാവാനായിട്ട് മന്ത്രമോദി സാധനയും പഠിപ്പിച്ച്. കറക്റ്റ് ആ വരികൾ ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ അർത്ഥം ഇതാണ്: നന്നാവാനായിട്ട്, നമ്മൾ നന്നാവാനായിട്ട് മന്ത്രമോദി സാധനയും പഠിപ്പിച്ച് സ്വയം മാതൃകയായി മാറിയ ശ്രീനാരായണ ഗുരുവിനെ കൈതൊഴുന്നേന്നോ അങ്ങനെ കണ്ടാണ് ആ വരികൾ വരുന്നത്. ചുരുക്കത്തെ അർത്ഥം ഇതേ ഉള്ളൂ. ഗുരുദേവൻ ഉപദേശിച്ചു മനുഷ്യ ജന്മത്തിന്റെ മഹത്വം അറിഞ്ഞ് എങ്ങനെ ജീവിക്കണം. അപ്പൊ ധ്യാനാത്മകമായ ജീവിതം എന്ന് പറഞ്ഞാൽ നാം ഇപ്പൊ ഇവിടെ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലേ, കുറെ കൃതികൾ ഇങ്ങനെ ചൊല്ലുക, എന്നും കൃതി ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ കൃതിയും കീർത്തന ആലാപനവും ഒക്കെ മുകളിലേക്ക് പോയി 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 ഒരു നിലയെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജപിക്കാൻ പഠിക്കണം. തെരുതെര വീണു വണങ്ങുക. ജപത്തിന് വലിയ ശക്തിയാണുള്ളത്.
ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഈ കോട്ടയത്തുള്ള കുറച്ച് ആളുകൾ വന്ന് എൻ്റെ ഗുരുനാഥനെ കണ്ട് നമുക്ക് ധ്യാനമില്ലേ സ്വാമി എന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ ഗുരുനാഥൻ ഗുരുവിന്റെ ജീവിതവും അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനവും ശീലിപ്പിച്ചുകൊണ്ട് ദിവ്യപ്രബോധന ധ്യാനം നടത്തി. അതിന്റെ ഒരു വലിയ വെളിച്ചം ശ്രീനാരായണ പ്രസ്ഥാനത്തിനുണ്ടായി. എല്ലാവരും ധ്യാനിക്കാനും ഒക്കെ പഠിച്ച്. ധ്യാനം എന്ന് പറയുന്നത് ഏത് തലമാണ്? പ്രാർത്ഥന, നാമസങ്കീർത്തനം ചെയ്ത് ചെയ്ത് ജപിക്കാൻ പഠിക്കുന്നു. ജപത്തിന് ജപിച്ച് ആദ്യമേ നമുക്കൊരു ധ്യേയ രൂപം വേണം. എൻ്റെ ഗുരുനാഥൻ ദിവ്യപ്രബോധനത്തിൽ ഹൃദയ പത്മത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ പറയും. അപ്പൊ അവിടെ ഒരു ധ്യേയ രൂപമുണ്ട്, ഒരു ധ്യേയ രൂപം. ആ ധ്യേയ രൂപത്തെ, ഒരു രൂപത്തെ, ഗുരുവിനെ അതിൽ തന്നെ ഏകാഗ്രമാകുക. നാമസങ്കീർത്തനം കൊണ്ട് തന്നെ നമുക്ക് ഏകാഗ്രതയിൽ എത്താൻ സാധിക്കും. ജപം കൊണ്ട് തന്നെ നമുക്ക് ഏകാഗ്രതയിൽ എത്താൻ സാധിക്കും. നിങ്ങൾ തന്നെ ചൊല്ലുന്ന, നിങ്ങൾക്ക് വളരെ പരിചിതമായ ഗുരുദേവ കൃതി ദൈവദശകത്തിൽ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുള് ഒടുങ്ങിയാൽ, എന്താ അതിന്റെ അർത്ഥം? എപ്പോഴും ചൊല്ലുന്നല്ലേ? എന്താ അതിന്റെ അർത്ഥം? ഇങ്ങനെ തൊട്ട് 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 കാണുന്ന പ്രാപഞ്ചിക വിഷയങ്ങൾ, ഈ പ്രാപഞ്ചികമായ കാര്യങ്ങളെല്ലാം ഒടുങ്ങണം. അത് പോയിട്ട് ഉള്ളിൽ ആര് മാത്രമാകണം? നമ്മളുടെ ധ്യേയ രൂപം. സഗുണ ധ്യാനം എന്ന് അതിന് പറയുന്നത്. എന്താ പറയുന്നേ? സഗുണ ധ്യാനം. നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ഗായത്രി ആശ്രമത്തില് ചാലക്കുടിയില് ദിവസവും ശ്രീനാരായണ ഗുരുദേവന്റെ തിരു അവതാര സമയം 6:15 മണിയാണ്. ഞങ്ങൾ 6 മണിക്ക് മുമ്പ് തന്നെ പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന, അതിന്റെ സ്റ്റേജ് ഇങ്ങനെയാണ്. ഇത് നിങ്ങൾ ആധ്യാത്മിക കുറെ ചരിത്രവും കുറെ വർഷങ്ങളും ഒക്കെ മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സാംശീകരിച്ച് ശീലിക്കാൻ പറ്റിയ ഗുരു നൽകിയ പുതിയ മാർഗം, മനുഷ്യ ജീവിതത്തിന്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ആ മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോഴേ ഉള്ളിലെ അജ്ഞാനമില്ലാതാവത്തുള്ളൂ, അജ്ഞാനം ശമിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ അറിയുന്നത് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമെല്ലാം ഉള്ളതാണ്. പക്ഷെ ഒരു ബ്രഹ്മം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണോ എനിക്കൊന്നും അറിയില്ല. ബ്രഹ്മം എന്ന് കേൾക്കുമ്പോ ഭയമാകുന്നു, പരിചയമില്ലാത്ത സാധനമാകുന്നു. ഗുരുദേവൻ തന്നെ അദ്വൈത ദീപികയിൽ പറഞ്ഞു, ഉണ്ടില്ലയെന്നു മുറ മാറി അസത്ത് സത്ത് രണ്ടും പ്രതീതം, ഇത് അനാദി തമസ്വഭാവം. ഇത് അനാദികാലം മുതല്, എപ്പോഴാണെന്നറിയില്ല, അനാദികാലം മുതൽ ഈ തമസ്സുണ്ട് നമുക്ക്. ഉള്ളതിനെയൊക്കെ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ഉള്ളതായിട്ടും കാണുക. മായാശക്തി കൊണ്ടാണെന്ന് പറയും അധ്യാത്മശാസ്ത്രത്തിൽ. ആവരണം, വിക്ഷേപം. ഈ ക്യാമറനെ ഇപ്പൊ ഞാൻ കൊണ്ടൊരു കറുത്ത തുണി ഇട്ട് കഴിഞ്ഞാൽ ഈ ക്യാമറക്ക് എന്നെ ഒപ്പിയെടുക്കാൻ പറ്റുമോ? ഒരു മൂടല് വരും ഇല്ലേ? കൂട്ടത്തിൽ ആ മൂടലും വെച്ച്, കണ്ണാടിയുടെ മൂടലും കൊണ്ട് കയറിനിട്ട് നോക്കിയപ്പോ ഞാൻ കിടന്ന പാമ്പിനെ, കയറിനിട്ട് നോക്കിയപ്പോ ഞാൻ കാണുന്നത് പാമ്പിനെ. അങ്ങനെ കണ്ട് ജീവിക്കുക. നമ്മളിലെല്ലാം അജ്ഞതയുണ്ട്. കുമാരനാശാൻ എഴുതി വെച്ചോ, ആരായുകിൽ അന്ധത്വമൊഴി ചാതിമകസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. എന്താ ഈ അന്ധത്വം? ഇത് നമ്മളിലുണ്ട്. ഈ മായാശക്തിയുടെ, വിക്ഷേപത്തിന്റെ, ആവരണത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ നമ്മളിലെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ എന്ന് പ്രസ്ഫുരിച്ചിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ കാണാതെ ഞാൻ ഇന്നയാളാണ്, ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്, ഞാൻ ഇന്നയാളുടെ മകളാണ്, ഇന്നയാളുടെ അമ്മയാണ്, എൻ്റെ ഇതാണ്, ഞാൻ അവിടുത്തെയാണ്, ഞാൻ ഈ നാട്ടുകാരിയാണ്, അതാണ് ഇതാണ് എന്നുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വന്ന് നമ്മളിൽ ഒത്തുചേരുമ്പോൾ നമ്മൾ വിഭാഗീയതകൾ ഉണ്ടാകും, നമ്മളിൽ നാനാത്വ ബോധം ഉണ്ടാകും. ഞാനും നിങ്ങളും ഒക്കെ വേറെ വേറെയാണ്. ഞാൻ ചാലക്കുടിയിൽ നിന്ന് വന്നു, നിങ്ങൾ എന്നെ കണ്ടത് ചാലക്കുടിക്കാരിയായിട്ട്. കുറച്ചും കൂടെ ചോദിച്ചപ്പോൾ മനസ്സിലായി, പുതുപ്പള്ളിക്കാരിയല്ലേ. ഞാൻ പറഞ്ഞതേ ഞാൻ പുതുപ്പള്ളിക്കാരിയാണ്. എൻ്റെ കൂടെ പഠിച്ച പ്രിയത എവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം വന്നത്. അതേണ്ട, എൻ്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വെച്ച് പഠിച്ചതാണ് പ്രിയ. ഞങ്ങളെ പ്രിയക്ക് അറിയാം എന്ത്
ഞാൻ ഈ നാട്ടുകാരിയാന്ന് ഒരാൾക്കറിയാം. പക്ഷെ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ എങ്ങനെയാ കണ്ടത്? ഞാൻ ചാലക്കുടിയിൽ വന്നയാളാ. രാവിലെ പുറപ്പെട്ടോ? ആരും ഒരാൾ എന്നോട് ചോദിച്ചു, രാവിലെ പുറപ്പെട്ടതാണോ എന്ന്. അപ്പൊ നമ്മുടെ ഈ ലോകത്തെയും നമ്മെ തന്നെയും ഇതേപോലെ നാം കാണുന്നത്. ശരിക്കിനുള്ളത്, സത്യമായുള്ളതിനെ കാണാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയുന്നത് എങ്ങനെയാ? മുറമാറി സത്തിനെ അസത്തായിട്ടും അസത്തിനെ സത്തായിട്ടും കാണുന്നു. ആ സത്തിനെ സത്തായിട്ടും അസത്തിനെ അസത്തായിട്ടും കാണാൻ കഴിയുമ്പോഴാണ് അന്ധത്വമില്ലാതെ വരുന്നത്. ആ അന്ധത്വം ഇല്ലാതിരിക്കണമെങ്കിൽ ആശാൻ എഴുതി വെച്ചോ, ആരായണം, അന്വേഷിക്കണം. ആർക്ക് സാധിക്കും? ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസിൻ നേരാം വഴി കാട്ടും. അപ്പൊ നിങ്ങള് ഉള്ളതിനെ ഇല്ലാത്തതായിട്ടും ഇല്ലാത്തതിനെ ഉള്ളതായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഉള്ളതിനെ ഉള്ളതായിട്ട് കാണണമെങ്കിൽ ആരുടെ സഹായം വേണം? ഒരു ഗുരുവിന്റെ സഹായം വേണം. അതാണ് മൂന്നാമത്തെ കാര്യം, മഹാപുരുഷ സംശ്രയം. മനസ്സിലായോ? മഹാപുരുഷ സംശ്രയം. അതുകൊണ്ട് ഒരു കാര്യം തീർത്തങ്ങ് ഞാൻ പറയുക, ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള ഒരു ഗുരുദേവനെ ശരണീകരിച്ച് ഗുരുദേവന്റെ കൃതികളൊക്കെ പഠിച്ച് ഗുരുവിന്റെ ജീവിതവും കൃതിയും സംഭാഷണവും ശിഷ്യന്മാരും എല്ലാം കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ ഈ അജ്ഞാനത്തിന് ഇച്ചിരി കുറവുണ്ടാവും. ഇവിടെ ഒരു ആവരണം വന്നിട്ടുണ്ട്. ആവരണം ആദ്യം വലിയൊരു കടും കരിമ്പടമാണ് കിടന്നിരുന്നെങ്കിൽ അത് പിന്നെ ഈ ഷോള് പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ചെറിയ തിരശ്ശീലയായിട്ട് മാറും. അറിവില്ലാണ്ട് വേറൊന്നും ഇവിടെ, അറിവില്ലാതെ വേറൊന്നുമില്ല. ആ അറിയാനുള്ള ത്വരയുണ്ടായാൽ നിങ്ങൾ മുമുക്ഷുവായി ഒരു ഗുരുവിന്റെ, ശ്രീനാരായണ ഗുരുദേവൻ അത് വ്യക്തമായി ഗുരു പറഞ്ഞിട്ടുണ്ട്. എവിടെ? ആത്മോപദേശ ശതകം എന്ന് പറയുന്ന ഗുരുവിന്റെ കൃതിയിൽ പറഞ്ഞു, ഉണരണം ഇനി ഉറങ്ങണം എന്ന് പറഞ്ഞ് ജീവിച്ചാൽ നിങ്ങൾക്ക് അത് വികല്പമാണ്. ഇനി ഉണർന്നു കഴിഞ്ഞാൽ അതിന് അയോഗ്യനെങ്കിൽ ഉണർന്ന പിന്നെ ഉറങ്ങാതിരിക്കണം. ഉണർന്നവൻ ഉറങ്ങാതിരിക്കാനുള്ള യോഗ്യത നിങ്ങൾ ഉത്തമ അധികാരി, മധ്യമാധികാരി, അധമാധികാരി എന്ന് അധ്യാത്മശാസ്ത്രത്തിൽ പറയും. ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഉത്തമ അധികാരികളാണ്, നമ്മളൊക്കെ അധമാധികാരികൾ. നമുക്കതിന് യോഗ്യത ഇല്ല എങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യ ജീവിതം എടുത്ത, വിരളമായി ലഭിച്ച ഈ മനുഷ്യ ജീവിതം എടുത്ത നിങ്ങൾക്കുള്ള ഒരു മാർഗം ഗുരു കൃത്യമായി പറഞ്ഞു. പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം. അങ്ങനെ കുറച്ച് ശ്രദ്ധാനിതമായ ജീവിതം നയിച്ചാലേ, ചുമ്മാ ഇരുന്ന കിട്ടൂല. ചുമ്മാ ഇരുന്ന കിട്ടുവോ? കർമ്മം ചെയ്താലല്ലേ ഫലം ഇച്ഛിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ധ്യാനാത്മകമായ ജീവിതം. അപ്പം ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, എങ്ങനെ ജീവിക്കണം. രണ്ട്, ഈ ഗുരു സ്വരൂപം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമ്മൾ ആ ഗുരുവിന്റെ തലത്തെ, ഗുരു എങ്ങനെയാണ് ഗുരുവായി മാറിയത്, ആ രണ്ട് തലം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഗുരുവിനെ വരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇവിടെ ധ്യാനാത്മകമായ ജീവിതം പറയുന്നതിന് മുമ്പ് ഗുരു സ്വരൂപം പറയണമെന്ന് എൻ്റെ മനസ്സ് പറയും. ഞാനിങ്ങനെ മുൻകൂട്ടി തീരുമാനിച്ചൊന്ന് പ്രസംഗിക്കുന്ന ആളല്ല കേട്ടോ. എനിക്കിപ്പം വരുന്നത് ഞാൻ പറയുന്നതാ. ഗുരുവിന്റെ ഉപദേശം ഒരിടത്തും കൂടെ സ്വാനുഭവഗീതിയിൽ കൂടി ഗുരു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മരണാദികളാൽ ഉഴലുക, മരണാദികളാൽ നിന്ന് മാറിയാൽ മാത്രമേ നിത്യാനന്ദം, നമ്മൾ തുടങ്ങിയത് നിത്യാനന്ദത്തിൽ. അപ്പൊ അങ്ങനെ ജനി മരണങ്ങൾ ഇല്ലാത്ത അവസ്ഥ മോശം. ആ ജനി മരണങ്ങൾ ഇല്ലാതെ വരണമെങ്കിൽ നമ്മൾ പ്രണവമുണർന്ന, അല്ലെങ്കിൽ മരണവുമില്ല പുറപ്പുമില്ലാത്ത പ്രണവമുണർന്ന ഗുരുവിനെ ശരണീകരിക്കും. ആ ഗുരു സ്വനുഭവ ഗീതയിൽ പറയും, ജനമിതു കണ്ടു തെളിഞ്ഞാൽ. ഏത് കണ്ടു തെളിയണം? ഗുരുദേവൻ തന്നെ നമ്മളോട് പറയുകയാണ്. ജനമിതു കണ്ടു തെളിഞ്ഞാൽ
ജനിമൃതി കൈവെട്ടിരിക്കും അന്നിലയിൽ മന തളിരൊന്നു കലർന്നാൽ അനവരതം സൗഖ്യമന്നു തന്നെ വരും. നമ്മൾ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന സൗഖ്യം, സുഖം, മോക്ഷം, സന്തോഷം, ശാന്തി, സമാധാനം, ഈ സൗഖ്യം ആരാ കൊണ്ടുത്തരുന്നത്? ജനം ഇത് കണ്ട് തെളിയണം. തെളിയണം എന്ന് പറയുമ്പോ അവിടെ തെളിയാതിരിക്കുന്ന എന്തോ ഒന്നുള്ളത് കൊണ്ടല്ലേ തെളിയാൻ പറഞ്ഞത്. അപ്പൊ ജനം ഇത് കണ്ടു തെളിഞ്ഞാൽ ജനിമൃതി കൈവിട്ടിരിക്കും അന്നിലയിൽ മന തളിരൊന്നു കലർന്നാൽ അനവരതം സൗഖ്യം അന്ന് തന്നെ വരും. അപ്പൊ നമ്മൾ എന്ത് കണ്ടാണ് തെളിയേണ്ടത്? പുറകോട്ട് പോവാ. സ്വാനുഭവഗീതി അറിയാവുന്നവരുണ്ടോ ഇവിടെ? സ്വാനുഭവഗീതി ചൊല്ലി പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ ചതയപൂജയൊക്കെ വരുമ്പം ഗുരുവിന്റെ കൃതികൾ ചൊല്ലാൻ പഠിക്കണം. നന്നായി പഠിച്ച് എവിടെയെങ്കിലും പോയി പഠിക്കുന്നവരുണ്ടെങ്കിൽ ഈ സജി ടീച്ചറൊക്കെ നന്നായിട്ട് ചൊല്ലുമല്ലോ. എന്റെ ഗ്രൂപ്പിൽ പഠിക്കുന്ന ആളാ അല്ലേ? ഞാൻ സ്വാനുഭവഗീതി പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് തന്നെ അറിയില്ല ഏതൊക്കെ കൃതിയെ പഠിപ്പിച്ചതെന്ന്. മിക്കവാറും ഇപ്പൊ ഞാൻ പ്രപഞ്ച സൃഷ്ടി ശിവസ്തവമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീനാരായണ മാസാചരണം പ്രമാണിച്ച് ഗുരുദേവ ശിഷ്യന്മാരെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കൃതിക്ക് ഒരു ബ്രേക്ക് കൊടുത്തിരിക്കുക. അപ്പം ചെവി മുതൽ അഞ്ചു മിങ് ചിത്ര, അതും ഈ സ്വാനുഭവഗീതിയും തമ്മിൽ വളരെ ബന്ധമാണ് കേട്ടോ. അവിടെയും ഇവിടെയും ഇന്ദ്രിയ നിഗ്രഹം ഗുരു പറയുന്നുണ്ട്. ഒന്നൊന്നാ എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുൾ ഒടുങ്ങുക. പൊരുൾ ഒടുങ്ങണമെങ്കിൽ പ്രപഞ്ചബോധം മാറണം. അതിലേക്ക് ഞാൻ വരാം. ഇപ്പൊ ഗുരുദേവ കൃതികളെ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ സ്ഥിരമായി പറയുന്നത്, സജി ടീച്ചറിനൊക്കെ അറിയാം, ഒരു കാര്യം തന്നെ പല ഗുരു പറയത്തില്ല, ഗുരു പറയത്തില്ല, തെരുതെര വീണ് വണങ്ങണം എന്ന് പറഞ്ഞ പോലെ തെരുതെര പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മുടെ ആളുകൾ കുറച്ചെങ്കിലും കേൾക്കുന്നുള്ളൂ. ഗുരുദേവൻ ആരെന്നറിഞ്ഞാൽ മാത്രമേ ഗുരുദേവ കൃതികളെ ആ വിധത്തിൽ എടുക്കാൻ പറ്റൂ. ഞാൻ വ്യക്തമായിട്ട് പറയും, ഗുരുദേവ കൃതികൾ, ഗുരുദേവ മഹാകവിയാണ്, ഗുരുദേവൻ കവിയാണ് എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അല്ലേ, ഗുരുദേവൻ കവിയല്ലേ, ഗുരുദേവൻ മഹാകവിയാണ്, കവികളുടെയും കവിയാണ് എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഞാൻ തീർത്തു പറയുന്ന ഒരു സെന്റൻസ് ഇതാണ്: ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ഒരു കവിയല്ല, ONV കുറുപ്പിനെ പോലെ ഒരു കവിയെ അല്ല. പിന്നെ ആരാ? കുറച്ച് കവികളുടെയൊക്കെ പേര് പറയുന്നേ. വയലാറിനെ പോലെ ഒരു കവിയല്ല. വയലാർ എത്രയോ നല്ല സുന്ദരമായ സിനിമാ ഗാനങ്ങളൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ തുളച്ചു കയറിയ അല്ലേ. ഇനി ഞാൻ പേരൊക്കെ മറന്നുപോയി, ഞാൻ സിനിമാ പാട്ടൊന്നും കേൾക്കാറില്ലാത്തതുകൊണ്ട് അല്ലേ. എത്രയോ കവികൾ കേരളത്തിലുണ്ട് മലയാള ഭാഷയിൽ. അവരെപ്പോലെ ഒന്നും ഒരു കവിയല്ല. ഹിന്ദിയിൽ എത്ര കവികളുണ്ട്, അവരെ പോലെയുള്ള കവികളല്ല. ഇംഗ്ലീഷിൽ കവികളുണ്ട്, അവരെ പോലെയുള്ള കവിയല്ല ഗുരു. പിന്നെ എങ്ങനെയുള്ള കവി? എങ്ങനെ ആ കവി ഈ കവി അല്ലെന്ന് പറയാൻ കാരണം എന്നോട് ചോദിക്കും നിങ്ങള്. എന്നിട്ട് അടിസ്ഥാനത്തിനാ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെ ONV കുറുപ്പിനെ പോലെ ഉള്ള ഒരു കവിയല്ലെന്ന് പറയാൻ കാരണം എന്താന്ന് ചോദിക്കണം. നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കണക്റ്റ് ആവണം അവിടെ. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കേട്ടിരിക്കരുത്, ബുദ്ധി പ്രവർത്തിക്കണം. ശൃംഗാരരസം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശൃംഗാരരസം ഉണ്ടെ കവി ആയേനെ അല്ലേ. അപ്പൊ പിന്നെ കുമാരനാശാനോ? കുമാരനാശാനെ പോലെ ഒരു കവിയല്ല ഗുരു. ഇതറിഞ്ഞിട്ട് വേണം ആ കൃതികളൊക്കെ എടുത്തുകൊണ്ട് വായിക്കാനും പഠിക്കാനും. ഈ കവികളൊക്കെ ഗുരുദേവന്റെ സച്ചിഷ്യനായ കുമാരനാശാനെ കൊണ്ട് കഴിഞ്ഞ 1.5 വർഷത്തിൽ കുറെ പ്രസംഗങ്ങൾ ചെയ്തു, ദേഹവിയോഗ ശതാബ്ദി ഒക്കെ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ തുടർച്ചയായിട്ട് പറയാറുണ്ട്, കവിത്വം ജായതേ സത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ആ കാര്യമൊക്കെ പറഞ്ഞത്. എന്നതാണ്? കവിത്വ സിദ്ധി ജായതേ, ജനിക്കുമ്പോൾ കിട്ടുന്നതാണ്. കവിത്വ സിദ്ധി ജനിക്കുമ്പോൾ ആർക്ക് കിട്ടി? കുമാരനാശാന് കിട്ടി. ഇവർക്കൊക്കെ സർഗാത്മകത കൊണ്ട് ലഭിക്കുന്നതാണ് കവിത്വ സിദ്ധി. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ചുമ്മാ ഇരിക്കത്തില്ല. അവർക്ക് കവിത എഴുതിയില്ല ബുദ്ധിമുട്ടാണ്. എഴുതാനായിട്ട് അറിയാവുന്നവർക്ക് എഴുതിക്കൊണ്ടിരിക്കാൻ തോന്നും. എന്നാൽ ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളുടെ മഹത്വം
ഗുരു ഒരു സത്യദർശിയാകുന്നു. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, അസത്തിനെ അസത്തായിട്ടും സത്തിനെ സത്തായിട്ടും കാണുമ്പോഴാണ് സത്യദർശനം ഉണ്ടായവർക്ക് മാത്രമേ എന്നാ ഉണ്ടാവത്തുള്ളൂ, ഇതുള്ളൂ. നമ്മൾക്കൊക്കെ അസത്തിനെ സത്തായിട്ടും സത്തിനെ അസത്തായിട്ടും കാണും. എന്നാ സത്യദർശിയുടെ ഇതെന്താണ്? നിത്യ അനിത്യ വിവേകമുണ്ട്. സത്യത്തെ ദർശിച്ചു, ഈ പ്രപഞ്ചത്തെ അതിനെ ഒന്നായി കണ്ടു, അതിന്റെ കാരണരൂപത്തിൽ കണ്ടു. കാരണരൂപത്തിൽ കാണുന്ന തലത്തില് വിഹരിക്കുകയാണ്. ഒരു സത്യദർശി സത്യത്തെ കണ്ട് അനുഭവിക്കുന്നവരാണ്. മുമ്പേ ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് അല്ലെ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞപ്പോ സഗുണ ധ്യാനത്തെ കുറിച്ച് പറഞ്ഞു. ധ്യേയരൂപം മാറുമ്പോ അപ്പൊ സഗുണ അതിൽ ഏകാഗ്ര ചിത്തനായി കാണുമ്പം സവികൽപ്പ സമാധി എന്ന് പറയും. ആ സവികൽപ്പ സമാധിയിൽ നമ്മളുടെ ധ്യേയരൂപം കൂടെ മാറിക്കഴിയുമ്പോൾ നിർവികൽപ്പ സമാധിയാകും. ആ നിർവികൽപ്പ സമാധി സഹജഭാവമായി കഴിയുമ്പോൾ സഹജ സമാധിയാകും. ഗുരുദേവൻ സമാധിയായി എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഗുരുദേവൻ സമാധിയായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ഗുരുദേവൻ സമാധിയായത് എപ്പോഴാ? കേക്കട്ടെ, ഉറക്കെ പറ. മരുത്തോമലയിൽ. എപ്പോഴാണ്? ധ്യാനം, ജപ ധ്യാനത്തിന്റെ അവസ്ഥയില് നിശ്ചല ധ്യാനം. ആ നിശ്ചലമായ ധ്യാനം തുടർന്നപ്പോൾ ഗുരുവിന്റെ ആത്മവിലാസം എന്ന കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നാമും ദൈവവും ഒന്നാകുന്നു, നാം ദൈവം മാത്രമാകുന്നു. അപ്പൊ അവിടെ ഒരു ഏകത്വം, അദ്വൈത അനുഭവത്തിലേക്ക് ഗുരു വരികയാണ്. ഗുരുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണക്കാര് ധ്യാനിച്ച് കുറച്ചൊരു ഏകാഗ്രതയിലേക്ക് എത്തുന്ന പോലെയുള്ള ഗുരു ജന്മനാൽ തന്നെ അവതരിച്ചപ്പോൾ തന്നെ നിത്യശുദ്ധനും നിത്യമുക്തനുമായിരുന്നു. പക്ഷേ ബാക്കി വന്ന വാസനാക്ഷയവും കൂടെ സംഭവിച്ചത് പിള്ളത്തടം ഗുഹയിലെ നിരന്തര തപസ്സിലൂടെയാണ്. അവിടെ ഗുരു അദ്വൈത അനുഭൂതിയില് ആമഗ്നമാകുന്നു. അപ്പോൾ ഗുരു പറയുകയാണ്, ആനന്ദ കടൽ പൊങ്ങി താനെ പായുന്നിതാ പരന്നൊരുപോൽ, ജ്ഞാനം കൊണ്ടതിലേറി പരം ചെയ്യുന്നു പരമഹംസജനം. പരമഹംസനായി മാറുന്നു. എപ്പോൾ? ആനന്ദ കടൽ പൊങ്ങുന്നു. അല്ലെങ്കിൽ ഒരു മരുപ്രദേശത്ത് ജലമില്ലാത്ത ഒരു മരുഭൂമിയില് നദി പെരുകുന്നത് പോലെ വന്നു നാഥം. ഗുരു തന്നെ ഗുരുവിന്റെ കൃതികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും സാധാരണ കവികളുടെ തലമാണോ? സത്യദർശി, ശ്രദ്ധിച്ച് കേൾക്കണം സെന്റൻസ്. ഒരു സത്യദർശി സത്യത്തെ ദർശിച്ചത്, സാക്ഷാത്കരിക്കുക. നമ്മളെല്ലാം പറയും ഗുരുദേവൻ ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചു. എന്താ സാക്ഷാത്കരിക്കുക എന്ന പദത്തിന്റെ അർത്ഥം? നിങ്ങളുടെ പഠന സൂക്ഷ്മതയിലേക്ക് പോകണം. സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ദർശിച്ച് അതായിട്ട് മാറുക. അവിടെ പിന്നെ രണ്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതിയാണ് എന്ന് നമ്മളെല്ലാം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും. ആ അദ്വൈത അനുഭവം എന്താണെന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ ബുദ്ധി കൊണ്ടെങ്കിലും അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രണവമുണർന്ന പിറപ്പൊഴിഞ്ഞു വാഴും മുനിയായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എടുത്തുകൊണ്ട് ഗുരുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരു ജനം ഇത് കണ്ടു തെളിയണം എന്ന് പറഞ്ഞ ശ്ലോകത്തിന് മുമ്പായിട്ടാണ് ഗുരു എഴുതിയേക്കുന്നത്, ആനന്ദക്കടൽ പൊങ്ങി താനെ പായും നിതാ പരന്നൊരുപോൽ, ജ്ഞാനം കൊണ്ടതിലേറി. ജ്ഞാനത്തിന്റെ തികവിൽ, ജ്ഞാനത്തിന്റെ പരിപൂർണതയിൽ, ജ്ഞാനത്തിന്റെ പരിപൂർണമായ സമഗ്രമായ അവസ്ഥയിൽ അവിടെ ഗുരുവിന്റെ സച്ചിഷൻ എഴുതിച്ചിട്ടുണ്ട്, അറിവാനെഴുതല്ല
ബഹിർമുഖനായി പെരുമാറുമവന് പരാത്മസുഖം. പരാത്മസുഖം വേണോ? ബഹിർമുഖത്വം പോകണം, നാനാത്വ ബോധം പോകണം, വിഷയത്തെ നമ്മൾ വിരോധിക്കണം, അതിനോട് രോധനം ചെയ്യണം, അതിനെ മറികടക്കണം, ഇന്ദ്രിയങ്ങളുടെ മറികടക്കണം. അതുകൊണ്ടാണ് ഗുരുദേവൻ സ്വാനുഭവ ഗീതിയിൽ പാണം ചെവിയിൽ അടങ്ങും നോണം തൊക്കിൽ തുലഞ്ഞു മറ്റതുപോം ഇതുപോലെ കണ്ടു തുടങ്ങി കോമറു രസമ പുറത്തു നാവതിലും. നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. അപ്പൊ നന്നായി വിശദീകരിച്ചാൽ ഗുരുവിന്റെ കൃതികൾ ഗുരുവിന്റെ സത്യദർശന അനുഭവമാണ്. ആത്മോപദേശ ശതകം, അദ്വൈതി ദീപിക, അറിവ് പോലുള്ള കൃതികൾ ഗുരുവിന്റെ സത്യദർശന അനുഭവമാണ്. ആ അനുഭവത്തെ അല്പമെങ്കിലും നമ്മളുടെ നിലയനുസരിച്ച് മനനം ചെയ്ത് സാംശീകരിച്ച് അനുഭവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഗുരുവായി ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ സ്വീകരിച്ചു പോകും. അങ്ങനെ സ്വീകരിക്കുന്നവർ ഒരിക്കലും വേറെ ഇടങ്ങളിലൊന്നും പോവില്ല. അയ്യോ, എനിക്കിങ്ങനെ ഒരു ഗുരുവിനെ കിട്ടി, ഇതുകൊണ്ട് തന്നെ ഞാൻ തൃപ്തനാണ്, എനിക്ക് മറ്റൊരിടത്തും ഈ അറിവ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശ്രീനാരായണ ഗുരുദേവനെ ഗുരുദേവ കൃതികളുടെ കർത്താവായിട്ടല്ല, രചയിതാവായിട്ടല്ല, ദൃഷ്ടാവായിട്ട് കാണാൻ പഠിക്കണം. കണ്ടറിഞ്ഞനുഭവിച്ച് അവിടുന്ന് സാംശീകരിച്ച ആ അദ്വൈത അനുഭവത്തെ മറ്റുള്ളവർക്കായി പകർന്നു നൽകും. നമുക്കതിനുള്ള യോഗ്യതയില്ല, ഉണർന്നിരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് കണ്ടറിഞ്ഞനുഭവിച്ച പ്രണവമുണർന്ന ഒരു ഗുരുവിന്റെ സത്യ അനുഭവത്തെ വായിച്ചും പഠിച്ചും ചൊല്ലിയും സ്വാംശീകരിച്ചുകൊണ്ട് ആ വലിയ സൂര്യന്റെ ശ്രീനാരായണ ഭാസ്കരന്റെ ഒരു കോടി ദിവാകരൊത്തുയരുംപടി പാരൊടു നീരനലാദികളും പ്രപഞ്ച അനുഭവം ഇല്ലാതായി ആ ബ്രഹ്മ അനുഭവത്തിൽ മാത്രം ആമക്തനായിരിക്കുന്ന അവസ്ഥ, അതിനെ അനുഭവിച്ച് സത്യത്തെ ദർശിച്ച ഒരു ഗുരുവിനെ നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കും. നമുക്ക് പറ്റണില്ല, പോയിട്ട് കണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണ്, ചാലക്കുടിയിൽ അതുണ്ട്, ചാലക്കുടിയിൽ ഇതുണ്ട്, ചാലക്കുടിയിൽ നിങ്ങൾ വരണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം ആഗ്രഹമായി, എനിക്കൊന്ന് കാണാൻ പോകാം. മോഹൻജി പറയും, അടുത്ത പ്രാവശ്യം വരുമ്പോ എന്നോടൊന്ന് പറഞ്ഞോളൂ കേട്ടോ, ഞാൻ അവിടെ പോകാം. ഗുരു പറയാണ്, സത്യ അനുഭവം ഇതാണ്. അണുഅറിവിൻ മഹിമാവിൽ അംഗമില്ലാതെ അണയും അഖണ്ഡവും അന്ന് പൂർണ്ണമാകും എന്നൊക്കെ ഗുരു പറയുമ്പോ അതാണോ നിത്യമായ ആനന്ദം? അവിടെയാണോ നിത്യാനന്ദം ഇരിക്കുന്നത്? അപ്പൊ അങ്ങനെ ഗുരുവിന്റെ കൃതികളെ പഠിക്കണം. ഗുരുവിന്റെ കൃതികൾക്ക് കുറിച്ച് സംസാരിക്കാൻ ഒത്തിരി ഉണ്ട്. പലരും ഗുരുവിന്റെ സ്വത്ര കൃതികളെ പോലും വിനായകനെ സ്തുതിക്കുന്നത്, ഷൺമുഖനെ സ്തുതിക്കുന്നത് എന്നൊക്കെ, ദേവിയെ സ്തുതിക്കും. പക്ഷെ ഇവിടൊക്കെ ഗുരുവിന്റെ ലോകസംഗ്രഹം, ഗുരുവിന്റെ കൃതികൾ, ഗുരുദേവ കൃതികളുടെ രചനകള്, ഗുരുവിന്റെ സംഭാഷണങ്ങള്, ഗുരുവിന്റെ മൂളല് പോലും നാനാത്വബോധത്തിൽ വിഷമയിൽ ജീവിക്കുന്നവരെ സമയിലേക്ക്, ഏകത്വത്തിലേക്ക്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരന്മാരാകുന്ന, ആത്മസഹോദരന്മാരാകുന്ന, എല്ലാ വിഭാഗീയതകളും വിട്ട് ലോകമൊന്ന്, ഇവിടെയുള്ള മനുഷ്യരൊന്ന്, മനുഷ്യരൊരു ജാതി, അവരുടെ മതം ആത്മസുഖം, ഇവിടെയുള്ള ഈ സസ്യ ജന്തുലതാദികൾ, അവിടെ ജനനി നവരത്ന മഞ്ചരിയിൽ മീനായതും മാനായതും പക്ഷിയായതും പറവയായതും സ്വർഗമായതും നരകമായതും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും കണ്ണുകൊണ്ട് കാണാത്തതും മൂക്കുകൊണ്ട് മണക്കുന്നതും മൂക്കുകൊണ്ട് മണക്കാത്തതും നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയാത്തതും ഈ പ്രപഞ്ചത്തിൽ നാം അറിഞ്ഞത് അല്പം മാത്രം. നമ്മൾ ഗുരുവിനെ കുറിച്ച് അറിയുന്നതും അല്പം മാത്രമെന്ന് അറിഞ്ഞ് നമ്മൾ പറയാവൂ പഠിക്കാവൂ എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. പലപ്പോഴും നമുക്കൊരിക്കലും ഗുരുവിനെ മുഴുവനായി പഠിക്കാൻ സാധിക്കത്തില്ല. ഗുരു അളവറ്റ പൊരുളാണ്. കോട്ടയം ആയതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ സ്വരൂപം പറയണമെങ്കിൽ ഗുരുവിന്റെ കൃതികൾ
ദൃഷ്ടാവായിക്കൊണ്ട് അവിടുന്ന് കണ്ടനുഭവിച്ച് എഴുതിയതാണെന്നുള്ള ബോധത്തിൽ ആത്മോപദേശ ശതകാദി കൃതികളെ മനനം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഗുരുവിന്റെ സ്വത്ര കൃതികളിൽ പോലും ഗുരു നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. വിനായകന് ശിവന്റെ ചിഹ്നങ്ങൾ കൊടുത്തു, സുബ്രഹ്മണ്യന് ശിവന്റെ ചിഹ്നങ്ങൾ കൊടുത്തു, ദേവിക്ക് കൊടുത്തു. എല്ലാം ശിവം തന്നെ. ശിവം ഗുരുവാണ്. ശിവനും ഗുരുവും രണ്ടല്ല, ഒന്ന് തന്നെ. ഇവിടെ പരമമായത് ഒന്ന് മാത്രം, ഈശ്വര സത്യം എന്നുള്ള ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മളെ അദ്വൈത അനുഭൂതിയിലേക്ക് ഗുരു കൊണ്ടെത്തിക്കുകയാണ്. ഗുരുവിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ, ക്ഷേത്ര സങ്കല്പത്തിലൂടെ, കൃതികളിലൂടെ, ജീവിതത്തിലൂടെ, സംഭാഷണത്തിലൂടെ ഇങ്ങനെയൊക്കെ ഗുരു ചെയ്യുന്നത് അതാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഗുരുവിനെ നമുക്ക് അല്പമൊക്കെ പഠിക്കാൻ സാധിക്കുള്ളൂ. അത് ഞാൻ വീണ്ടും പറയാണ്, അളവറ്റ ഗുരുട് തന്നെയാണ്. എന്നാൽ നമ്മൾ പറയും, ഞാനിപ്പം ന്യൂസിൽ കാണുന്നതാണ്, വല്ലപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഞാൻ പോസ്റ്റ് ഇടുവോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ കൂടുതലും പഠിക്കുന്ന ഒരാളാണ്. പ്രസംഗം പോലും വളരെ കുറച്ചാ. എനിക്ക് കുറച്ച് പ്രസംഗമൊക്കെ ഉണ്ട്, ടീച്ചറിനൊക്കെ അറിയാം. ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ വരാതിരിക്കുമ്പോൾ പ്രസംഗങ്ങളൊപ്പം ഗ്രൂപ്പിൽ വരില്ല. എന്റെ സ്വാധ്യായമാണ് കേട്ടോ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ഗുരുസ്വരൂപം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്, അതെന്റെ സ്വാധ്യായമാണ്. ശ്രദ്ധയോടുകൂടി പഠിക്കണം, അതെന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം രാവിലെ എന്നും സ്വാധ്യായം ഉണ്ട്, അതാണ് ഗ്രൂപ്പിലൂടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഗുരുദേവൻ മഞ്ഞ ധരിച്ചിട്ടേയില്ല. ഗുരുദേവന്റെ മഞ്ഞ വസ്ത്രം നമ്മൾ തീർത്ഥാടനത്തിന് മാത്രമേ ധരിക്കാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ആരെങ്കിലും ഈ ഭൂമുഖത്തിൽ ജീവിച്ചിരുന്ന കുമാരൻ ആശാനും പോലും, ശിവലിംഗ ദാസസ്വാമിക്ക് പോലും, ഗുരുദേവന്റെ തപശ്ചര്യ കാലത്ത് തന്നെ ഗുരുദേവന് ശിഷ്യപ്പെട്ട പിച്ചമ്മാളിന് പോലും 73x365 ദിവസങ്ങൾ സശരീരത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ച ശ്രീനാരായണ ഗുരുദേവനെ അറിയാൻ പറ്റിയോ പരിപൂർണമായിട്ട്? അത്രയും നിമിഷങ്ങൾ ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ. ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു ജീവചരിത്ര ഗ്രന്ഥത്തിലും ഇല്ല എന്ന്. ജീവിത ചരിത്ര ഗ്രന്ഥങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ കുറിച്ചുള്ള പഠനമായിട്ടേ നമ്മൾ എടുക്കാവുള്ളൂ. എഴുതിയത് സത്യമായി അറിയണമെങ്കിൽ ഗുരുദേവ മഹാത്മ്യം എന്ന് പറയുന്നത് സമാധാന പ്രവാചകനാണോ എന്ന് എനിക്കൊരു സംശയം. ധർമ്മദത്ത സ്വാമികൾ എഴുതിയിട്ടിരിക്കുന്നു, തുടക്കത്തിൽ ഒരു വലിയ മഹാത്മാവിനെ കുറിച്ച് അതിലും ചെറിയ ഒരാൾ എഴുതുന്ന പഠനം മാത്രമാണ് ഈ ജീവിത ചരിത്രം. ജീവിത ചരിത്രം എഴുതുമ്പോൾ തുടക്കത്തിൽ ഗുരുവിനോടൊപ്പം 1.5 വർഷം ജീവിച്ച് ഗുരുവിന്റെ കൃതികൾ സമാഹരിച്ചു നൽകിയ, ഗുരുവിന്റെ പ്രസ്ഥാനത്തിന് ഒരു ബൈലോ തയ്യാറാക്കി, ഒരു നിയമം, ഒരു കോർഡിനേഷൻ കൊണ്ടുവന്ന, ഗുരുവിനെ കുറിച്ച് ആദ്യമായി ഇംഗ്ലീഷില് ജീവിത ചരിത്രം എഴുതിയ, ഗുരുവിനെ കുറിച്ച് ധാരാളം ഏതാണ്ട് 26ഓളം ഗ്രന്ഥങ്ങൾ ഞങ്ങൾ ഗായത്രി ആശ്രമത്തിൽ ഉടൻ തന്നെ ശ്രീ ധർമ്മദത്ത സ്വാമികളുടെ ജീവിത ചരിത്രം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ധർമ്മദത്തന്റെ ജീവിതത്തിലൂടെ പോകലായിരുന്നു കഴിഞ്ഞ 3 വർഷം. എന്റെ ഗുരുനാഥൻ എഴുതുമ്പോഴും കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് അതെന്റെ പഠനവും കൂടെ ആയിരുന്നു. ആ ധർമ്മദത്തന്റെ വാക്കുകളാണിത്. ധർമ്മദത്തൻ നമ്മുടെ ഗുരുവിലും താഴെ നിന്നാണ് സംസാരിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു വലിയ മഹാത്മാവിനെ കുറിച്ച് ചെറിയ ആൾ എഴുതുന്നത്, ഞാനിപ്പോ പറഞ്ഞതും എന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന കാര്യം മാത്രമാണ്. അപ്പൊ ഗുരു ഇല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ആരും ആളല്ല. ഗുരു അരിപ്പുറം പ്രതിഷ്ഠ നടത്തി, ഗുരുദേവൻ കൊലത്തുകരയിൽ ശിവനെ പ്രതിഷ്ഠിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ വസ്ത്രമല്ല എല്ലാത്തിനും പ്രമാണം. ഗുരു ലോകത്തിന് മഹിതമായ ഒരു തത്വദർശനം, നവനവമായ ഒരു തത്വദർശനം, അനുപമേയമായ ഒരു തത്വദർശനം. ആ തത്വദർശനത്തിന്റെ മഹാത്മ്യം കൊണ്ടാണ് ഇന്ന് ലിത്വാനിയ ഭാഷയിൽ ഗുരുവിന്റെ ജീവിത ചരിത്രമുണ്ട്. ഇന്നലെ ജാപ്പനീസ് ഭാഷയിൽ എന്റെ ഗുരുനാഥന്റെ ഒരു ഗ്രന്ഥം തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എത്രയോ ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്ക്, വിദേശ ഭാഷകളിലേക്ക് വിദേശീയർ ഗുരുവിനെ പഠിക്കുന്നത്, ആത്മോപദേശ സുതകാതി പഠിക്കുവാൻ മലയാളം പഠിക്കുന്നതൊക്കെ ഗുരുവിന്റെ തത്വദർശനം കണ്ടിട്ടാണെന്ന് നാം മനസ്സിലാക്കണം.
ഗുരുദേവൻ വെള്ളയും കാവിയും ധരിച്ചു എന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോഴും ധരിച്ചിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. പച്ച കളറിന്റെ ഒരു ഷോള് ധരിച്ചിരുന്നു. അത് ബോധാനന്ദ സ്വാമികൾക്ക് നൽകി. നിങ്ങൾ ഊട്ടിയിൽ വെച്ചെടുത്ത ഗുരുവിന്റെ ചിത്രം, ഗുരുവിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, കുമാരസ്വാമി സന്യാസിയുടെ സഹോദരൻ തത്വവാസുദേവൻ അന്ന് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചത് 1953, 54, 55 വർഷങ്ങൾ ശിവഗിരി മഠത്തിൽ നിന്ന് ഗുരുവിന്റെ തിരുവവതാര ശതാബ്ദി ആഘോഷിച്ചപ്പോൾ എന്റെ ഗുരുനാഥന്റെയും ഗുരുനാഥനായ ഗീതാനന്ദ സ്വാമികൾ അന്ന് തത്വവാസുദേവൻ വാങ്ങി ശ്രീനാരായണ ആൽബത്തിലൂടെ പുറത്തു കൊണ്ടുവന്നതാണ് ആ ചിത്രങ്ങൾ. നിങ്ങളുടെ ഗായത്രി ആശ്രമത്തിൽ ഞാൻ ആൽബം കണ്ടിട്ടുണ്ട്. ഇപ്പം 100 വർഷത്തോട് അടുക്കൊന്നുമില്ലേ, 50 കൂടെ 100 വർഷം ആവുള്ളൂ. മനസ്സിലാക്കണം, ഗുരുദേവൻ ഇട്ടിട്ടുണ്ടോ, ധരിച്ചിട്ടുണ്ടോ, ധരിച്ചിട്ടില്ലയോ എനിക്കറിയില്ല. പഴയ ചില ഗ്രന്ഥങ്ങളിൽ മഞ്ഞ കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചതായിട്ടും ചില പഴയ ഗ്രന്ഥങ്ങൾ, ഗായത്രി ആശ്രമത്തിന്റെ പ്രത്യേകത അവിടെ അപൂർവമായ ഗ്രന്ഥശേഖരം എന്റെ ഗുരുനാഥനുണ്ട്. കുറെയൊക്കെ വെള്ളപ്പൊക്കത്തിൽ പോയെങ്കിലും പഴയ ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. കുറേ പഴയ ഗ്രന്ഥങ്ങൾ വായിക്കാനുള്ള ഒരു മഹാഭാഗ്യവും ഗുരു നൽകിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് ഗുരു ധരിച്ചിട്ടില്ലാത്ത എന്തിനു ഗുരുവിനെ ധരിപ്പിക്കുന്നു എന്ന് ചോദിച്ച് കുറെ ആളുകൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കണ്ടിരിക്കുന്നത്. മഞ്ഞയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് സന്യാസത്തില്, ആധ്യാത്മശാസ്ത്രത്തില്. സമ്മിക്കായ ന്യാസം, നല്ലവണ്ണമുള്ള ഉപേക്ഷിക്കൽ, ജ്വാലയുടെ നിറമാണ് മഞ്ഞ. കഷായം മഞ്ഞ, തീയുടെ അഗ്നിയുടെ നിറമാണ്, വെറും ഒരു കളർ അല്ല മഞ്ഞ. അതുകൊണ്ട് തന്നെയാണ് സവർണജാഥ നയിച്ചപ്പോൾ മന്നത്ത് പത്മനാഭനെ പോലെയുള്ളവർ ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ ചെന്നപ്പോൾ മഞ്ഞ ധരിച്ചുകൊണ്ട് ശിവഗിരിയിൽ പോയത്. അത് 1924 ഇവിടെ 1928 തീർത്ഥാടനത്തിന് ഗുരു. അതിനും 4 വർഷം മുമ്പ് 1926 തോന്നുന്നു നടരാജ ഗുരുവിന് മഞ്ഞ ഷോളാണ് നൽകിയത്. ശിവഗിരിയിൽ ബ്രഹ്മചാരിമാർക്ക് ബ്രഹ്മചര്യ ദീക്ഷ നൽകുമ്പോൾ മഞ്ഞയാണ് കൊടുക്കുന്നത്. മഞ്ഞയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് മാത്രം ഞാൻ നിങ്ങളെ, ഈ കോട്ടയത്ത് വളരെ റയറായിട്ടാണ് പ്രസംഗിക്കാൻ വരാറുള്ളത്. കോട്ടയംകാർ വളരെ റയറായിട്ടാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പൊ കിട്ടിയ അവസരം മുതലാക്കി പറഞ്ഞതേ ഉള്ളൂ. ഉള്ള സത്യമായിട്ട് പറഞ്ഞാൽ. അപ്പൊ മഞ്ഞയ്ക്കുള്ള പ്രാധാന്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഗുരു എന്തുകൊണ്ട് മഞ്ഞ വസ്ത്രം? ഗുരുവിന്റെ ശിഷ്യനായിട്ട് വന്ന ചാക്കോയൊക്കെ ഫുൾ മഞ്ഞയായിരുന്നു. വേണ്ടല്ലോ, എന്റെ ഗുരുനാഥന്റെ അച്ഛൻ മഞ്ഞ വസ്ത്രമാണ് അവസാന കാലത്ത് സച്ചിദാനന്ദ സ്വാമിയുടെ അച്ഛൻ മഞ്ഞയാണ് ധരിച്ചത്. ഗുരുദേവ ഭക്തന്മാര് മഞ്ഞ ധരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് ദിവ്യപ്രബോധന ധ്യാനത്തിൽ മഞ്ഞ ഇട്ടുകൊണ്ടാണ് കൂടുതൽ പങ്കെടുക്കുന്നത്. ഇന്ന് ചതയ ദിനമാണെങ്കിൽ ഗായത്രി ആശ്രമത്തില് ഞങ്ങളുടെ അമ്മമാര് മഞ്ഞ ഇട്ടോണ്ടാ വരുന്നത്. ചാലക്കുടി ഗായത്രി ആശ്രമത്തില് ഗുരുദേവന്റെ ജയന്തി, ഗുരുദേവന്റെ മഹാസമാധി, മാസചതയ പൂജ, ഇനിയിപ്പം എന്ത് പരിപാടി ഉണ്ടെങ്കിലും മഞ്ഞയിട്ട് ധരിച്ചു വരുന്നവര് ഞങ്ങളുടെ ആ ഭാഗത്ത് ഉണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ സത്യദർശിയായിട്ട് നാം അറിയുക. സത്യം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, ബാക്കിയൊക്കെ മാറുന്നതായി പ്രപഞ്ചത്തിലുള്ള. വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന്നിതിന്നു നേർ. 6 തരത്തിലുള്ള വികാരത്തിന് മാറ്റത്തിന് വിധേയമാണ് മറ്റുള്ളതെല്ലാം. അതുകൊണ്ട് ഈ മാറുന്നതിൽ ഭ്രമിക്കരുത്, മാറുന്നതിൽ ഭ്രമം പാടില്ല. ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിൽ ഓരോ പദ്യം എടുത്തുകൊണ്ട് നിങ്ങൾ മനനം ചെയ്യുമ്പോൾ, അദ്വൈത ദീപിക മനനം ചെയ്യുമ്പോൾ, നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവന്റെ തത്വദർശനം, അദ്വൈത ദർശനം, ലോകത്തുള്ള എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ദർശനം, അദ്വൈതത്തെ തന്നെ പുനഃപ്രവചനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ അദ്വൈതത്തെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, ജീവിത പദ്ധതിയാക്കാം ഗുരു കാട്ടിത്തന്നു. ആ സംഭാഷണങ്ങളൊക്കെ എടുത്ത് പഠിക്കുക. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ പൂജയുടെ സമയമായതുകൊണ്ട് നിർത്താൻ എനിക്ക് നിർത്തേണ്ട വരുന്നു. കൂടുതൽ പ്രസംഗിച്ച ഒച്ചയ്ക്കും പ്രശ്നമുണ്ട്. അപ്പോൾ ഗുരുവിന്റെ സ്വരൂപത്തെ കണ്ടറിയുക. നിലമുട് നീരത് കാറ്റുപോലെ തീയും വെളിയും അഹംകൃതി വിധയും മനസ്സും അലകളുമാഴിയും എന്നു വേണ്ട എല്ലാ ഉലകവും ഉയർന്ന അറിവായി മാറി
ഈ പ്രപഞ്ചത്തിലുള്ളതിനെ നമ്മൾ കാര്യരൂപത്തിൽ കാണുമ്പോൾ, ചട്ടികലത്തിനെ ചട്ടികലമായിട്ട് കാണുമ്പോൾ, എല്ലാത്തിനും മണ്ണായി കാണുന്ന പോലെ പ്രപഞ്ചത്തിലുള്ളതിനെ എല്ലാം ഈശ്വരൻ, ജീവൻ, ജഗത്ത് എന്നതിനെ ഒരേ ഒരു സത്യമായി ദർശിച്ച സത്യദർശിയാണ്. ആ സത്യദർശിയുടെ സത്യ അനുഭവങ്ങളാണ് ഗുരുവിന്റെ കൃതികൾ. ദേവീദേവ സ്തുതികളെന്ന് തോന്നുമെങ്കിലും വിനായകനും സുബ്രഹ്മണ്യനും ദേവിയും ശിവനും എല്ലാം ഒരേ ഒരു ബ്രഹ്മസ്വരൂപിയാണ്. അതിന്റെ കൃതികളുടെ വ്യാഖ്യാനങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണേലും ഗുരു ഒന്നാ ചെയ്തിരിക്കുന്നത്. പലതിനെ അറിവാനെഴുതല്ല, ബഹിർമുഖനായി പെരുമാറും അവന് പരാത്മസുഖം. ഇങ്ങനെ ബഹിർമുഖനായി കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ സാധിക്കത്തില്ല. തറ നോക്കിയിരിക്കും അവന് ദിവാകര ദർശനം. എങ്ങനെ ഉളവ തറ നോക്കിയിരിക്കുന്നവർക്ക് ഇങ്ങനെ ഉയർന്ന് പ്രകാശിച്ച 10,000 കോടി 1000 കോടി പോലെ ഉജ്ജ്വലിച്ചു നിൽക്കുന്ന ഗുരുവിനെയും ഗുരുവിന്റെ മഹിതമായ തത്വദർശനത്തെയും കാണാൻ സാധിക്കത്തില്ല. അതിന് കണ്ണുകൾ തുറക്കണം, കണ്ണുകള് ദൃഷ്ടി സൂക്ഷ്മമാകണം, ഹൃദയം സങ്കുചിതത്വത്തിൽ നിന്ന് പാടില്ല എന്ന് പറയുന്നത് വിശാലമാക്കണം, നല്ല ചിന്താഗതി ഉണ്ടാവണം. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഗുരുവിന്റെ സ്വരൂപം നിങ്ങൾക്ക് വ്യക്തമായി വരും. ആശാന്റെ കൃതികളെയൊക്കെ നിങ്ങൾ മനനം ചെയ്യുക, ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ കൃതികളെ മനനം ചെയ്യുക. ഇതൊക്കെയാണ് ഗുരുവിന്റെ സ്വരൂപത്തെ അറിയാനുള്ള സ്പീഡ് കൂട്ടുക കേട്ടോ, സമയമില്ലാത്തതുകൊണ്ട്. മാർഗങ്ങൾ എന്ന് അറിയിച്ചുകൊണ്ട് ആശാൻ എഴുതിയ ഒരു വരി ചൊല്ലിക്കൊണ്ട് എന്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വൻപിച്ച നിൻ കൃപയും നിന്റെ വൻപിച്ച നിൻ മഹിമയും കൃപയും നിനച്ച് കുമ്പിട്ടിടാത്ത ശിലയും തലയും സമന്താൻ. ഗുരുദേവ, അവിടുന്ന് ഭഗവാനെ, അവിടുത്തെ കൃപാ കടാക്ഷമാണ് നമ്മളുടെ ഈ ജീവിതം. അവിടുത്തെ കൃപയെ ഞാൻ അറിയുന്നില്ല എങ്കിൽ, അവിടുത്തെ കൃപ എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നു. 2 രീതിയിലുള്ള ശ്രേയസ്സും പ്രേയസ്സും, ശ്രേയസ്സ സ്വാഹ അല്ലേ? പ്രേയസ്സും വേണം, ശ്രേയസ്സും വേണം എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ലൗകികമായ വളർച്ച കൊണ്ട് മാത്രം കാര്യമില്ല. ആധ്യാത്മികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ജീവിതം നയിക്കണം. നമ്മളുടെ പുറമേയുള്ള ശുചിത്വം മാത്രം പോരാ, അന്തരാത്മാവിൽ അന്തരിന്ദ്രിയങ്ങളുടെ ശുചിയും നമുക്ക് ആവശ്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ഒരു മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടുന്നതെല്ലാം, അത് ഭൗതികമായിക്കൊള്ളട്ടെ ആധ്യാത്മികമായിക്കൊള്ളട്ടെ, ആ വഴി ഞങ്ങൾക്ക് കാട്ടിത്തന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ കൃപ, അങ്ങനെയുള്ള ഭഗവാന്റെ മഹിമ, ഇത് രണ്ടും കാണുന്നില്ല എങ്കിൽ ദൈവമേ, ഈ തലയ്ക്ക് മുകളിലുള്ളത് തലയല്ല, കഴുത്തിന് മുകളിലുള്ളത് തലയല്ല, ഇത് കരിങ്കല്ലാണ് എന്ന് പറഞ്ഞു വെച്ചത് ഗുരുവിന്റെ സച്ചിഷ്യനാണ്. ആശാന്റെ കൃതികൾ മാത്രം എടുത്ത് പഠിച്ചാൽ തന്നെ ഗുരുവിന്റെ സ്വരൂപം നമുക്ക് വെളിയാകുന്നതാണ്. നിങ്ങളുടെ കഴുത്തിന് മുകളിൽ തലയാണോ കല്ലാണോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിന്റെ ജന്മതിഥിയായ ഈ ചതയ നക്ഷത്ര പൂജയുടെ ഭാഗമാകുവാനും നിങ്ങളോട് അല്പനേരം ഗുരുദേവനെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനും സാധിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഗായത്രി ആശ്രമത്തിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീനാരായണ മാസാചരണത്തിന്റെ സമാപനം സെപ്റ്റംബർ 25-നുണ്ട്. ഇനി അന്ന് വരാൻ പറ്റിയില്ലെങ്കിൽ ഒരു വണ്ടി പിടിച്ച് എല്ലാവരും കൂടെ ഏതെങ്കിലും ഒരു ദിവസം ഗായത്രി ആശ്രമത്തിലേക്ക് വരിക. ഇവിടെ പരിപാടി ഉള്ളപ്പം വരണമെന്നില്ല, അല്ലാത്ത ദിവസത്തിൽ വരിക. നമുക്ക് അവിടെ ഒരു സർവൈശ്വര്യ പൂജയോ പ്രഭാഷണമോ ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കാം. പിന്നെ ഗായത്രി ആശ്രമത്തിൽ വന്നിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. 2 പേരേ ഉള്ളോ? ശിവഗിരി പോകുന്ന പോലെ ശിവഗിരിയിൽ ഒരു ബ്രാഞ്ചാണ് ഗായത്രി ആശ്രമം. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അപൂർവമായ ധാരാളം ഗുരുദേവ ശിഷ്യന്മാരുടെ ചിത്രങ്ങളില്ലേ മോഹൻജി? ഇത്തരം ചിത്രങ്ങളുള്ള വേറൊരു സ്ഥലം പറഞ്ഞു കൊടുത്തേ ഉണ്ടോ? ശിവഗിരി പോയാലൊന്നും കാണാൻ പറ്റുന്നില്ല. അത്രയധികം ഗുരുദേവ ശിഷ്യന്മാരുടെ ചിത്രങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചെറിയ ഡിസ്ക്രിപ്ഷനോടുകൂടി വിവരണത്തോടുകൂടി ഞാൻ സംസാരിക്കാം. നിങ്ങൾക്ക് എന്നാ വേണമെങ്കിലും ചോദിക്കാം. അവിടെ സമയ ലിമിറ്റ് ഒന്നും ഇല്ല. ഒരു എന്നോട് പറഞ്ഞിട്ട് വന്നാൽ എനിക്ക് തിരക്കില്ലാത്ത, ഞാൻ യാത്രയില്ലാതെ അവിടെ ഇരിക്കുന്ന ഒരു ദിവസം വരിക. അവിടെ ധാരാളം ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഗുരുദേവന്റെ ശിഷ്യന്മാരുടെ മഹാചരിതമാല എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ ജീവിത ചരിത്രങ്ങൾ, ക്വിസ്, അതുപോലെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആശാൻ കണ്ട ഗുരുദേവൻ, പ്രസ്ഥാനത്തെ കുറിച്ചും ആശാനെ കുറിച്ചും എല്ലാം
ഗുരുദേവനെ കുറിച്ച് ആശാൻ എഴുതിയതെല്ലാം ഒറ്റ ബുക്കില് അത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഗായത്രി ആശ്രമം, പ്രഭാഷണം, എഴുത്ത്, ഗ്രന്ഥരചന, പ്രസാധനം എന്നീ വിവിധ മേഖലകളിൽ ഞങ്ങൾ വലിയൊരു കൂട്ടായ്മയായിട്ടല്ല, എന്റെ ഗുരുനാഥനും ഞാനും അല്പം ചില ആൾക്കാരും ചേർന്നിട്ടുള്ള ഒരു ഒറ്റയാൾ പട്ടാളം എന്നൊക്കെ പറയും സ്വാമിയുടെ ആ ഒരു പ്രവർത്തനത്തെ ഞങ്ങളൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഗുരുദേവ സന്ദേശ പ്രചരണം, ദിവ്യപ്രബോധന ധ്യാനം ഇപ്പൊ 422 മറ്റോ ആയിട്ടുണ്ട്. അത് മാത്രം മതി ഗുരുദേവ സന്ദേശ പ്രചരണത്തിന്റെ കേന്ദ്രമായിട്ട് ഗായത്രി ആശ്രമം പരിലസിക്കുന്നു. ആ ഗായത്രി ആശ്രമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം.